കലുഷമായ അന്തരീക്ഷത്തിലും കഠിന മനസ്കരുടെ ലോകത്തും മുമ്പ് കേട്ടിട്ടില്ലാത്ത കൊലകളും ചതിയും പാരയും പോരും മേഷണിയും ഭീഷണിയുമൊക്കെ കളിയാടുന്ന ദുർഘടമായ സമയത്തും വഴിയിലും സമൂഹത്തിലൊക്കെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടാപ്പകലിൻ്റെ നട്ടുച്ചയിൽ എട്ടും പൊട്ടും തിരിയാത്ത രോമം മുളക്കാത്ത ചെറിയ കുട്ടികൾ പോലും കൊലക്ക് നേതൃത്വം കൊടുക്കുകയും സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തിയ പയ്യൻ ആ മാതാവിൻ്റെ ശവത്തിൻ്റെ മുമ്പിൽ ഓംലേറ്റ് പൊരിച്ച് തിന്ന് പാട്ടും കേട്ട് കൂളായി കൂസലില്ലാതെ കേരളം വിടുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമയത്താണ് കാരുണ്യത്തിൻ്റെ കേദാരമായ സ്നേഹത്തിൻ്റെ സാഗരമായ മദീനയെ പ്രശംസിക്കുകയും മദീനയിൽ ഹൃദയം കൊണ്ട് അണയാൻ രാത്രി ഉപയോഗപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട കോറാട് ഉസ്താദിൻ്റെ സലാത്തിലേക്ക് പ്രചോദിപ്പിക്കുന്ന വാക്കുകളെ കൊണ്ട് ഹൃദയം തണുക്കുകയും ചെയ്തിട്ടാണ് നിങ്ങളും ഞാനും ഇവിടെ ഇരിക്കുന്നത്. അള്ളാഹു അവർ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരെയും മദ്ഹിൻ്റെ മഹബത്തിൻ്റെ സലാത്തിൻ്റെ ഇത്തിആലിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഈ ലോകത്ത് ഭൂമിയിൽ വരുന്നതിന് മുമ്പും ഭൂമിയിൽ നിലനിൽക്കുന്ന കാലത്തും വന്നു പോയി ഖിയാമത്ത് നാൾ വരെയും ഇനി ഖിയാമത്ത് നാളിന് ശേഷവും മനുഷ്യരാശിക്ക് രക്ഷകനായ ഒരാൾ മാത്രമേ ഉള്ളൂ. അതാണ് അഷ്റഫുൽ ഖൽഖി മുഹമ്മദ് മുസ്തഫ. കൂട്ടത്തിൽ ഈ റജബിന്റെ ആരംഭത്തിലാണ് നമ്മളുള്ളത്. റജബിനൊരു പ്രത്യേകത ഉണ്ട്. അഷ്റഫുൽ ഖൽഖിന്റെ ശരീരത്തെ സൃഷ്ടിക്കാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഷറഫാക്കപ്പെട്ട ബീജം അബ്ദുല്ല എന്നവരിൽ നിന്ന് ആമിന ബിയുടെ ഗർഭത്തിലേക്ക് നീങ്ങിയത് റജബിലാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്ദുല്ല എന്നവരുടെ മുഖത്തൊരു പ്രഭ ഉണ്ടായിരുന്നു. പലപ്പോഴും അന്നത്തെ വേദമറിയുന്ന പെണ്ണുങ്ങൾക്കിടയിലൂടെ ജാഹിലിയ യുഗത്തിൽ അബ്ദുല്ല എന്ന ഈ ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നടന്നു പോകുമ്പോൾ വേദത്തിൽ സാമർഥ്യമുള്ള ചില സ്ത്രീകൾ അവരെ വിവാഹത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. ഒരിക്കലൊരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ കുറെ പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് സ്വറ പറയുകയാണ്. ഈ ചൊറുചുറുക്കുള്ള ചെറുപ്പക്കാരനെ കണ്ട സമയത്ത് ഒരു പെണ്ണ് സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ആവേശത്തോട് ചോദിക്കുകയാ, ഓ ചെറുപ്പക്കാരാ, ഞാനുമായി ഒരു സംസർഗത്തിന് വരുമോ? ഞാനുമായി ശാരീരിക ബന്ധത്തിന് വരുമോ എന്ന് വെച്ചാൽ അന്ന് അതൊന്നൊരു പ്രശ്നമല്ല. അന്ന് കള്ളൂടി വ്യഭിചാരം ഇതൊന്നൊരു പ്രശ്നമില്ലാത്ത കാലമാണ്. ഞാനുമായി ആ കുട്ടികളൊക്കെ ഒന്നൊക്കെ ഇവിടെ ഇരുത്തി ഈ ഓട്ടം ചാട്ടൊക്കെ നിർത്താൻ. എനിക്ക് മജ്ലിസിലെ അദബ് വളരെ പ്രധാനമാണ്. ഒന്നുകിൽ അവിടുന്ന് പോവുക, വേറെ എവിടെയും പോയിട്ട് ഓടിക്കളിക്കുക, ഇതിൻ്റെ മുമ്പിൽ ഓടരുത്. അദബ് വളരെ പ്രധാനമാണ്. അതാണ് മക്കൾ അവിടെ ഇരുന്നോളിട്ടോ. അബ്ദുല്ല എന്നവർ ആ പെൺകുട്ടികളുടെ ഇടയിലൂടെ പോകുമ്പോൾ ഒരു പെണ്ണൊരുത്തി ചാടി എണീറ്റിട്ട് ആവേശത്തോടെ ചോദിക്കുകയാണ്, ഞാനുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിന് വരുമോ? ഹബീബിന്റെ വാപ്പ സംസ്കാര ശൂന്യരായ ഒരു വിഭാഗത്തിനിടയിൽ ഇത്ര സംസ്കാര സമ്പന്നനായി ജീവിച്ച അങ്കുലി പരിമിതമായ ആളുകളിൽ പ്രധാനിയായിരുന്നു അബ്ദുല്ല റളിയല്ലാഹു. അവര് ദേശത്തോടെ പറഞ്ഞു, എത്ര നീചമായ വൃത്തികേടാ നീ എന്നെ വിളിക്കണേ, എന്നെ കിട്ടൂല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. അവിടുന്ന് ഒഴിഞ്ഞു മാറി. ഞാൻ പറഞ്ഞില്ല അവിടുന്ന് മിണ്ടരുതെന്ന്. നിങ്ങൾ ഈ വർത്താനം പറഞ്ഞാലൊക്കെ മാറി മാറി നിൽക്കുക, ഒറ്റ ഒരു കൂട്ടത്തിൽ നിൽക്കല്ലേ. നിങ്ങളുടെ വണ്ണീക്ക് അവിടുന്ന് രണ്ടാൾ നീക്ക അവിടുന്ന്. നിങ്ങളിപ്പുറത്ത് വന്നിരിക്കട്ടോ, ഇങ്ങോട്ട് വന്നിരിക്കും. വർത്താനം പറയും, നല്ല കുട്ടികളാണ്, വർത്താനം പറയരുത് കേട്ടോ. എന്നാൽ ആ സമയത്ത് അതിൽ നിന്ന് ദേശത്തോടുകൂടി പിന്മാറിയ ഈ മഹാനായ ചെറുപ്പക്കാരൻ
പിന്നെ ഒരു സമയത്ത് അതിലൂടെ പോകുന്ന സമയത്ത് ഇതേ പെണ്ണിനെ കണ്ടു, പക്ഷെ ഒന്നും ചോദിക്കണില്ല. നേരത്തെ ഇതേ സ്ത്രീയാണ് ഞാനുമായി ശാരീരിക ബന്ധത്തിന് വരുമെന്ന് ചോദിച്ചത്, ഇപ്പൊ കണ്ടിട്ട് തിരിഞ്ഞു നോക്കണമെന്നില്ല. അപ്പൊ ഇവരെന്നെ അത്ഭുതത്തോടെ, നേരത്തെ നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നല്ലോ നിങ്ങളുമായിട്ടൊരു സംസർഗത്തിന് വരുമെന്ന്, ഇപ്പോഴും അതിന് സമ്മതിക്കൂല, പക്ഷെ വിഷയം അറിയാൻ വേണ്ടി ഇപ്പൊ എന്താ നിങ്ങൾ എന്നെ തിരിഞ്ഞു നോക്കാത്തത്, അവര് നന്നായോ ഇല്ലേ, അവര് ലോകം മാറിയോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോ ആ സ്ത്രീ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാനും വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണല്ല, ഞാനത് പഠിച്ചിട്ടുമില്ല, പക്ഷേ ഞാൻ വേദജ്ഞാനം അറിയുന്ന സ്ത്രീയാണ്. അത് വെച്ചുകൊണ്ട് നിങ്ങളോട് നോക്കി നോക്കിയപ്പോ അവസാനത്തെ മുത്തിന്റെ വെളിച്ചം നിങ്ങളുടെ നെറ്റിയിൽ ഞാൻ കണ്ടപ്പോൾ നിങ്ങളുടെ നുത്ഫത്തെ ബീജം സ്വീകരിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ എന്റെ ഗർഭം ഒരു മഹാനായ മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചതാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് പ്രകാശമില്ല. ഇപ്പൊ നിങ്ങളുടെ മുഖത്ത് ആ പ്രകാശമില്ല, അതുകൊണ്ടപ്പ പറയാത്തതെന്ന്. എന്താ ഇല്ലാത്തതറിയോ? അതിനിടക്ക് റജബ് വന്നു. റജബ് വന്നപ്പോ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട പ്രഭാമയമായ ആ ബീജം അബ്ദുള്ള എന്നവരിൽ നിന്ന് ആമിനാബിയുടെ ഗർഭാശയത്തിലേക്ക് നീങ്ങി. അപ്പൊ മുഖത്ത് നാലേറ്റ് പോവുകയും ചെയ്ത്. അത് അറിയുന്നവർക്കറിയും, അങ്ങനല്ലേ? മുഖലക്ഷണം അറിയുന്ന ആളുകളുണ്ടല്ലോ, അത് അന്നുണ്ട് ഇന്നുണ്ട് എന്നുണ്ടാവും. അത് ഈ റജബിലാണ്. ചിന്തിക്കണേ ചിന്തിക്കണേ. അപ്പോഴാണ് മദീനയിൽ നമ്മൾ ഒരുമിച്ച് ഓടുന്നത്. മദീന ഇഷ്കിന്റെ മകുടമാണ്, മദീന കൽബിന്റെ കബിലാണ്, മദീന ആത്മാവിന്റെ ദർപ്പണമാണ്, മദീന കിനാവിന്റെ സായുജ്യമാണ്, മദീന ആശിക്കിന്റെ ദാഹശമനമാണ്, മദീന മുഹിബ്ബിന്റെ അന്നമാണ്, മദീന മലയാളിയുടെ സ്വർഗമാണ്. അല്ലാഹുവേ, ഞങ്ങൾ നീ മദീനത്തിക്കണേ. മുസ്തഫ വാസിദ് ഇഖാമതൻ ബിഹി زرتها من زاوينا قلبك زلزال طه قلبي مذ أتيت واديا قاف ما طاب الوداد طه താലികി താലിത്താൽ മുത്തൊലിത്തിലങ്ങിടും റൗള അതിൽ നീ പാർക്കേ മങ്ങി മുങ്ങാത്തെ മനസ്സാൽ മാകിയോരെ പാക്ക് നഖാത്താഴ്വര എത്തി നിൽക്കെ ഞാൻ ഭ്രമത്തിലായി നബി തിരുത്താഹാവിൻ ചാരോ ഞാൻ ലഗത്തിലായി. പ്രിയപ്പെട്ടവരെ, ഈ നിശബ്ദമായ മന്ദരികളെ സാക്ഷി നിർത്തിയിട്ട് മൂകസാക്ഷിയായ പാതിരാവിനോട് ചാരിയ ഈ രാവിനെയും സാക്ഷി നിർത്തിയിട്ട് ഈ തെങ്ങോലകൾക്കിടയിൽ കുലച്ചു നിൽക്കുന്ന വലിയ വലിയ കൊലകളെ സാക്ഷി നിർത്തി, മരങ്ങളെ സാക്ഷി നിർത്തി, പുഷ്പങ്ങളെ സാക്ഷി നിർത്തി, പുല്ല് പുഷ്പാദികളെയും സസ്യലതാദികളെയും സാക്ഷി നിർത്തി ബഹുമാനപ്പെട്ട കോറോട് ഉസ്താദ് പറഞ്ഞ ആ സ്വലാത്ത് നമുക്കൊരു 3 ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആണുങ്ങൾ ഒന്നുറക്കെ ചൊല്ലിക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തർസുഖനാ
ബിഹാ റിസ്ഖൻ ഹലാല ത്വയ്യിബൻ മുബാറകൻ ഫീഹി യാ അല്ലാഹ്. റജബിന്റെ 3-ാമത്തെ രാവിലെ മുത്തളി മുസ്തഫാനെ പ്രശംസിക്കുന്ന വാക്കുകളോ ഈ സദസ്സും നീ കബൂലാക്കണേ അല്ലാ. മദീനയുടെ മദദിന് കാരണമാക്കണേ അല്ലാ. മാനസങ്ങളെ സംസ്കരിക്കണേ അല്ലാ. അല്ലാഹുവേ സയ്യാത്തൊക്കെയും ഹസനാത്താക്കി സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് തബ്ദീൽ ചെയ്ത് സലാമത്താക്കണേ അല്ലാ. രോഗങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ. കടക്കണിയിൽ കൊടുക്കല്ല അല്ലാ. ശത്രുക്കളാൽ പരാജയപ്പെടുത്തല്ല അല്ലാ. ശിർക്ക് കുഫ്ർ റിദ്ദത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ചിരിച്ച കലിമ ചൊല്ലിയ സ്വർഗം കണ്ട മരണം തരണേ അല്ലാ. ഇതൊക്കെയും അതിന് കാരണമാക്കണേ അല്ലാ. النبي حاضرون علموا علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 ഹൃദയാവർജകമായി ഹൃദയങ്ങൾ പടച്ചുകൊണ്ട് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഇഷ്കിന്റെ സ്ഫുരണം സമർപ്പിച്ചുകൊണ്ട് ഈ സദസ്സ് മദീനയൊന്ന് ഏറ്റെടുക്കാൻ അല്ലാഹുവേ നീ വാതിൽ തുറന്നു തരണേ അല്ലാ. ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണരുന്ന നേരത്തൊക്കെ ഹബീബിന്റെ ഓർമ്മയാണെങ്കിൽ ഉറങ്ങുമ്പോൾ ഹബീബ് വിരുന്നുകാരനാണ്. രാവ് മുഴുവനും പടപ്പാട്ടും പ്രകീർത്തനവും പറച്ചിലും, പകൽ മുഴുവനും കുടുംബത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടവും. അതിനിടയിൽ ഒന്ന് കണ്ണടച്ചാൽ വരികയായി ഹബീബേ സ്വലവാത്തി അലാ നബി വ സലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി. അല്ലാഹു 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 അല്ലാഹ്. കിട്ടുന്ന സമയത്ത് ഏറ്റെല്ലിക്കോളി. ലാസ്റ്റ് ശ്വാസത്തിൽ വേണ്ട ഇതാണ്. ലാസ്റ്റ് ശ്വാസം ഉണ്ടാവൂലേ, ആ സമയത്ത് കുഞ്ഞുമാളെ എന്നിട്ട് കാര്യമില്ല, അതാ കിട്ടണ്ടേ. അതുവരെ മുന്നിൽ കുറച്ച് കസേര ഉണ്ട്. പിന്നിലിരിക്കണവർ മുന്നിൽ വന്ന് അഞ്ഞ് ബാക്കിൽ വരുന്നവർക്ക് പിന്നിലിരിക്കുക. അവർ സഹകരണമാണ്. ഒന്നും കൊണ്ട് കയറിയിരുന്നാലേ അതൊരു സഹകരണമാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ വിഷയത്തിൽ കടന്ന ഞാനും ഒന്നിനോട് സംസാരിക്കുക, ഞാൻ ഒറ്റ പോക്കായിരിക്കൂട്ടാ. മദീന പറയുമ്പോൾ ശ്രദ്ധ കൊണ്ടൊന്നും തെറ്റിക്കരുത്. അതിനിടയ്ക്ക് എനിക്ക് ചായ ഒന്നും പാരാൻ ആരും എണീക്കരുത്. എനിക്ക് വേണ്ടതൊക്കെ ഞാൻ എടുക്കും. ആരും എനിക്ക് ഖിദ്മത്ത് ചെയ്യണം എനിക്കിഷ്ടമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കുട്ടികൾ വരും ഇൻഷാ അല്ലാഹ്. മദീന പറയുമ്പോൾ ശ്രദ്ധ മാറരുത്. മാലിക് ഇമാമിനെ ഇന്ന് മൊബൈൽ ഇറങ്ങിയോടുകൂടി ഹലാക്കിൻ്റെ കൂടി ഇറങ്ങി. കാരണം ചില ആളുകൾക്ക് മജ്ലിസ് വന്നിരുന്ന അപ്പം തുടങ്ങും ഈ ചൊറിച്ചിൽ. തന്നെ പണി തന്നെ പണി. ഇതൊക്കെ മലക്കുകളെ ഗുരുത്തക്കെട്ടാൻ തന്നെ കാരണമാവും. കാരണം മനുഷ്യന്മാരെക്കാൾ കൂടുതൽ മലക്കുകളുണ്ടാവും ശ്വാസത്തിൽ. മനുഷ്യന്മാരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, മലക്കുകൾ കുറേ ഉണ്ടാവും. അപ്പം നമ്മളിതിങ്ങനെ തോണ്ടുന്നുണ്ട ഒരു മലക്ക് മറ്റേ മലക്കിനോട് പറയും ഏതാ പീറാന്ന്. അതോടുകൂടി മരുന്ന് സേവിച്ചാലും മാറാത്ത സോക്കട് വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ സാധനം അറിയില്ലേ ഓന് വല്യപ്പാൻ്റെ ഗുരുത്തുകരട്ടിയാണെന്ന്. അപ്പോൾ ജബീ ഇസ്ലാമിൻ്റെ ഗുരുത്തുകരട്ടി അങ്ങനെ ഉണ്ടാവും. മലക്കുകൾക്ക് മജ്ലിസ് ഭയങ്കര ബഹുമാനാണ്.
അതുകൊണ്ടല്ലോ ഖുത്ബാണ് തുടങ്ങിയാൽ ഏട് കൂട്ടിയിട്ട് പോലെ അവിടെ വന്നിരിക്കണം. എന്താ? മജ്ലിസിനെ ബഹുമാനിച്ചിട്ടാണ്. ഖുത്ബ തുടങ്ങിയാൽ പിന്നെ ജുമാക്ക് വരുന്ന ആൾക്കാരെ മാഷറിയിൽ ജുമായിൽ പങ്കെടുത്ത് പേരിട്ടൂല. ഇപ്പൊ ഈ നാട്ടില് ഇന്ന് ഖുത്ബ തുടങ്ങിയിട്ട് നിങ്ങൾ ആരെങ്കിലും ജുമാക്ക് പോയാൽ ജുമാക്ക് വരാത്ത ശിക്ഷ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടൂല, പക്ഷെ പങ്കെടുത്ത കൂലി കിട്ടാൻ പ്രയാസം. കാരണം ഏടിൽ നിങ്ങളെ പേരുണ്ടാവില്ല. എന്തേ? ഖുത്ബാണ്ട് തുടങ്ങിയാൽ മലക്കുകൾ മജ്ലിസ് പോയിരിക്കും, ഏടാണ്ട് പൂട്ടിയേക്കും. ഖുത്ബ തുടങ്ങിയിട്ടും പിരിവിന് പുസ്തകം എടുത്തിരിക്കണേ നമ്മളെ പ്രസിഡന്റും സെക്രട്ടറിയാണ്, മലക്കളതിന് കിട്ടൂല. ഇവിടെ അല്ല, വേറെ ചില സ്ഥലത്ത് ഖുത്ബ തുടങ്ങിയാൽ ഇറ്റികളാണ് കസാര ഇട്ടിട്ട് പുറത്തിരിക്കുന്നത്. മലക്കുകൾ പോയിരുന്നാലും ഭരിക്കാൻ സമയത്തുണ്ടാവില്ല. മലക്കുകൾ അങ്ങനെയല്ല, മലക്കുകൾ മജ്ലിസ് ഒഴിവാക്കിയിട്ട് ഒരു പരിപാടിയില്ല. അതാണ്. അപ്പൊ ഈ സാസിലും മലക്കുകൾ ഒരുപാട് ഉണ്ടാവും. അവിടെ നമ്മളിങ്ങനെ മൊബൈൽ തോണ്ടി കളിച്ചാൽ ഒരു മലക്കിനോട് നമ്മളെ കുറിച്ച് പറയും, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് മതി നീച്ചു പോകുമ്പോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണേ, ചിന്തിക്കണേ. ഞാൻ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഭൂമി എന്നുള്ളത് ചെറിയൊരു ഗോളാണ്, ചെറിയൊരു ഗോളം. പക്ഷെ ഇവിടേക്കാണ് അമ്പിയാക്കൾ മൊത്തം ഇറങ്ങിയത്. സുബ്ഹാനല്ലാഹ്. ഇവിടേക്കാണ് ഖുർആനും ഇറങ്ങിയത്. ഇവിടേക്കാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊവ്വയ്ക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ, ഇവിടേക്ക് ഇറങ്ങിയത്. അപ്പൊ ഭൂമി ഒരു പ്രത്യേക ഗോളാന്ന് മനസ്സിലായിട്ടുണ്ട്. ഭൂമി ആഘോഷം കൂടി ഒരു വാദപ്രയോഗം നടന്നൊക്കെ ഇഷ്കിന്റെ ലോകത്ത് ചില മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുമല്ലോ. അപ്പൊ ആകാശം പറഞ്ഞു, നിന്നേക്കാൾ വലിയ ആള് ഞാനാണ്, എന്നിലാണ് സൂര്യ ഉള്ളത് എന്ന് പറഞ്ഞു. സൂര്യൻ എന്നിലല്ലേ ഉള്ളത്. കുറെ പറഞ്ഞപ്പോ ഭൂമി തോറ്റ് അവസാനം ഭൂമി ആകാശത്തിനോട് പറഞ്ഞു, എൻ്റെ ഗർഭത്തിലാണ് മുഹമ്മദ് മുസ്തഫ ഉള്ളത്. അതാണ് മദീന. അതോടുകൂടി വാദപ്രവാദം കഴിഞ്ഞു എന്നാണ്. ഒന്നും ഇങ്ങോട്ട് പറയാനില്ല. ഇനി അതിൻ്റെ അപ്പുറത്ത് എന്നാലും എൻ്റെ അടുത്താണ് ഇന്നെ ഉള്ളതെന്ന് പറയാൻ പറ്റുമോ? റസൂലുള്ളാന്റെ അപ്പുറത്ത് വെച്ചു കൊടുക്കാൻ ബൈത്തുൽ മഅ്മൂർ പറ്റുമോ? അള്ളാന്റെ അർശും കുർസും കൂടിയാലും പറ്റുമോ? ലോകത്തെ ഇഷ്കിന്റെ അർശല്ലേ മുഹമ്മദ് മുസ്തഫ. അത് ഭൂമിയുടെ ഗർഭത്തിലല്ലേ വിശ്രമിക്കണേ. ഒരു വേള ആകാശത്തിന്റെ സങ്കടം തീർക്കാനാണ് റജബിൽ മുസ്തഫ നബിക്കൊരു മിഅ്റാജ് ഉണ്ടായത് എന്ന് പോലും ആശിഖീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബ് ഭൂമിയിൽ നിന്ന് മേലോട്ടങ്ങ് ഉയർന്നപ്പോ ഭൂമി അങ്ങ് കരഞ്ഞു, നബിയേ എന്നെ വിട്ടു പോവുകയാണോ? പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ മത്സരിച്ചുകൊണ്ട് പ്രണയിച്ച പ്രകാശത്തിന്റെ പ്രഭുവല്ലേ അന്ത്യമുത്ത് മുത്തലി മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തൊരു പ്രഭയാണ് ആ മുഖം, എന്തൊരു കമനീയമാണ് ആ മുഖം, എന്തൊരു ലാവണ്യമാണ് ആ ശരീരം, എത്ര ഒരു ഭംഗിയാണ് കറുകറുത്തതായ മുടികള്, എത്രമാത്രം സുവർണാവസരമാണ് അവിടത്തോടുള്ള സംസാരിക്കാൻ സ്വഹാബക്കൾക്ക് കിട്ടിയിട്ടുള്ള അവസരം. മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ഗാറ് സൗറിൽ മടിയിൽ കിടത്തി നോക്കിയവരല്ലേ അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ് അൽ മുലഖബ് ബിൽ അതീഖ് ഖാതിലിൽ സിദ്ദീഖ് അബീ ബക്കറിൻ സിദ്ദീഖ് ثم رضا النبي بكر وعن عمر وعن علي وعن عثمان ذي الكرم الله وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف الناشر الكرم الله عبيدة وابن عوف الناشر الكرم يا رب
بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم الله واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الله على حبيبك خير الخلق كلهم പാടിയും പറഞ്ഞും ചൊല്ലിയും ചൊല്ലിപ്പിച്ചുമുള്ള ഒരു യാത്രയാണ് അത്. മദീനയിലേക്ക് തെന്നനയിൽ നിന്ന് തേനൂറും വാക്കുകളെ കൊണ്ട് ഇഷ്കിന്റെ ചിറകിലേറി ഭാവനാ ലോകത്ത് ആ മദീനയുടെ കസ്തൂരി മണ്ണിന്റെ മുകളിൽ വട്ടമിട്ട് പറക്കാനുള്ള ഒരു യജ്ഞമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മദീന കൽബിൽ വേണം, മദീന കൽബിന്റെ ഉള്ളിൽ വേണം. എവിടെ കിടന്നാലും മദീന സ്വപ്നത്തിലെ സ്വർഗമാകും, സ്വപ്നത്തിലെ സുഗന്ധമാകും. കേരളത്തിൽ അടുത്ത കാലത്ത് ഒരു ഉസ്താദ് വഫാത്തായി, സലാത്തിന്റെ ആളായിരുന്നു. മൂപ്പര് ലാസ്റ്റ് ഉറക്കം എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ അനുഭവം ഡയറിയിൽ കുറിച്ച് വെക്കുന്ന ആളാണ്. അവസാനത്തെ രാത്രി ഉറങ്ങിയതിനു ശേഷം സുബഹി നിസ്കരിച്ച ഉടനെ ഡയറിയിൽ കുറിച്ച് വെച്ചു, ഞാൻ ഇന്നലെ രാത്രിയിൽ ഹബീബ അഷ്റഫുൽ ഖൽക്കിനെ സ്വപ്നം കണ്ടു എന്ന് എഴുതി. 3 മണിക്കൂറായപ്പത്തിന് മരിച്ചു ചെയ്തു. പിന്നെ അയാള് ദുനിയാവിൽ ഉറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ദുനിയാവിലെ ലാസ്റ്റ് ഉറക്കത്തിൽ കിനാവിൽ വന്നു മുഹമ്മദ് മുസ്തഫ. ഇനി ആ ഖബർ പോയി കിടക്കുമ്പോൾ എന്തൊരു സുഖം ഉണ്ടാവും. കാരണം മുത്തനബിനെ കണ്ടിട്ട് കണ്ണുടന്നിട്ട് കുറഞ്ഞ മണിക്കൂർ കൊണ്ട് മരിച്ചു. مرّا وجهك يا سعد يا كريم الوالدين حوضك صافي المبارد وردنا يوم النشور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. മന്നേതൊരുത്തനാണ് അവൻ കണ്ടിരിക്കുന്നു വജിഹക, അങ്ങയുടെ മുഖം കണ്ടാൽ യസ്അദ്, അവനും വിജയിച്ചില്ലേ നബിയേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാ. കിടന്നാലുടനെ മുത്തുനബിയെ കണ്ട ഇമാമീങ്ങളുണ്ട്, ഉണർവിൽ തന്നെയും കണ്ട ആരിഫീങ്ങളുണ്ട്. മദീനയിൽ ഇടക്കിടക്ക് പോയി അവിടെ ഹബീബിനെ കണ്ട് കിടക്കുന്നവരുണ്ട്. ഹബീബിന്റെ കയ്യിൽ നിന്ന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ റൗളയിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ പത്തിരി വാങ്ങി തിന്നവരുണ്ട്. നബിയേ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ ഇമാമീങ്ങളിൽ പലർക്കും പേരക്കുട്ടികൾ മുഖേന അന്നം ഹബീബ് എത്തിച്ചു കൊടുത്തത് ഇമാമീങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. കാരണം ഇബ്നുൽ ഖയ്യിം വരെ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, മദീനയിൽ മുസ്തഫ നബി കഅന്നഹു ഹയ്യും ഫീ ഖബ്രിഹി. ഹബീബ് മദീനയിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. മാമിൻ മുസ്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. ലോകത്തിന്റെ അഷ്ടദിക്കിൽ നിന്ന് കോടികളായ നിങ്ങൾ എന്ത് എവിടെ വെച്ചുകൊണ്ട് എനിക്ക് സലാം പറഞ്ഞാൽ എനിക്ക് ആ സലാം കിട്ടുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് മറുപടിയും തരുന്നതാണ് എന്ന് തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ മുത്തേ, ചരിത്രത്തിന്റെ സത്തേ, ആദർശത്തിന്റെ പ്രഭയേ, ലോകത്തിന്റെ ആരംഭമേ, അനുഗ്രഹത്തിന്റെ ആരവമേ, അല്ലാഹുവിന്റെ ഹബ്ബേ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം പറയുകയാണ്. 10 സ്വലാത്ത് ഇങ്ങനെ ഇടക്കിടക്ക് ചെല്ലാം. 100 1000 എളുപ്പമുണ്ട്. ഒറ്റ ഇരിപ്പിൽ ചെല്ലാൻ കഴിയില്ലെങ്കിൽ ഇടക്കിടക്ക് 10 സ്വലാത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് 1000 നിഷ്പ്രയാസാവും. ഒരു 10 സ്വലാത്ത് ഇങ്ങനെ മദീന മനസ്സ് കണ്ടല്ല. നമ്മളിതിങ്ങനെ മൊബൈലിൽ തോണ്ട സല്ലല്ലാഹു അലൈഹി വസല്ലം പൊക്കെ അങ്ങനെയല്ലോ. നിസ്കാരം അങ്ങനെ ഇതിനെ സ്വലാത്ത് മുസ്തഖീം എല്ലാ പരിപാടി അങ്ങനെ. ആഖിറത്തിന്റെ ദുനിയാവിൻ്റെതോ നട്ടപ്പാരാത്രി 2:30 മണിക്ക് 500 കെട്ടിട്ടിയാലോ ഒരുറക്കുണ്ടാവില്ല. കണ്ണും നട്ട് മനുഷ്യന്മാർക്ക് നിര ബാധിക്കല് ആഖിറത്തിന്റെ കാര്യത്തിലാണെന്നാണ്. ദുന്യാവിന്റെ കാര്യത്തിൽ നിര ബാധിക്കൂല എന്നാണ്. എന്ന് പറഞ്ഞാൽ എത്ര നേർച്ച മനുഷ്യന്മാർ ദുന്യാവിന്റെ കാര്യത്തിൽ ചെറുപ്പക്കാരൻ്റെ മേനിയാണ് ഈ കാര്യം. എത്ര ചെറുപ്പക്കാരും ആഖിറത്തിന്റെ കാര്യത്തിൽ നേർച്ച ആൾക്കാരുടെ ക്ഷീണമായിരിക്കും. ഒരു നിസ്കരിക്കാനാണ് നിൽക്കുമ്പോൾ അതുകൊണ്ട് തുടങ്ങിയ ഇനി നിസ്കരിക്കാൻ ആഗ്രഹിച്ച് വേലൊക്കെ കേട്ട് നന്നായ ചെറുപ്പക്കാരനെ അപ്പം കാണും ഊരക്ക് വേദന, കാൽമക്ക് നീരിറക്കം, കോട്ടുവായ ക്ഷീണം. 90 വയസ്സിൻ്റെ അനാരോഗ്യം വന്നു. എന്നാൽ 90 വയസ്സുള്ള തന്തൻ്റെ കയ്യിൽ 500 കുറച്ച് നോട്ട് കൊണ്ട് കൊടുത്തോക്കാണി ഒരു ശ്വാസം മുട്ടലുണ്ടാവില്ല, കൊരി ഉണ്ടാവില്ല. അതങ്ങനെ എണ്ണിന്നാണ്. കാരണം ഈ നേരെയും ക്ഷീണമൊക്കെ ആഖിറത്തിന്റെ കാര്യത്തിലുള്ളൂ. ദുന്യാവിന്റെ കാര്യത്തിൽ ഒരു നേരെയില്ല, ഒരു ക്ഷീണവും ഇല്ല. കാരണം പിറകിൽ ആരോ നമ്മളെ വലിച്ചിട്ട് നരകത്ത് കൊണ്ടുപോകുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ട് ഒറ്റ കാൽമേ ഒരു കാമ നിന്നിട്ട് ഒരു ഹത്തം തീർത്തോ പറഞ്ഞ തന്നെയാണ് ഫുട്ബോൾ കാണാൻ വേണ്ടി നിൽക്കുന്നത്. ഒറ്റ കാൽമേ സ്ഥലമില്ലാത്തതുകൊണ്ട് വെയിൽ കൊണ്ടിട്ട് 5 മണിക്കൂർ നിന്ന് കളി കാണുന്ന ആളുകളുണ്ട്. ഒറ്റ കാൽമേ ഭക്ഷണം ഇല്ലാത്ത പോലെ അറിയണില്ല, വെള്ളം കുടിക്കാത്ത പോലെ അറിയണില്ല. ഇതേ മനുഷ്യൻ ഏസുള്ള പള്ളിയിൽ കാർപ്പറ്റിൽ വന്നിരുന്നാൽ 2 മിനിറ്റ് ആയാൽ പല ചൊറിച്ചിലും കടച്ചിലും പിരിച്ചിലും തുടങ്ങുവാന്. മനസ്സിലായില്ലേ? ആരോ ഒരാൾ വലയിലാണ്. ആ വല പൊട്ടിക്കാനാണ് റജബ്, ആ വല പൊട്ടിക്കാനാണ് വയല്, ആ വല പൊട്ടിക്കാനാണ് മദീന. ആ വല ഭേദിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് ശീഘ്രം പ്രയാണം കുറിക്കാനാണ് അസ്സലാത്തു അലന്നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ ആറബി ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي. ഈ വലയാണ് സ്വലാത്ത് കൊണ്ടൊന്ന് പൊട്ടിക്കിട്ടേണ്ടത്. ഇപ്പൊ കോറോഡസ്ഥാനെ ഞാൻ അദ്ദേഹത്തിന് ചെറുപ്പകാലത്തെ പരിചയമുണ്ട്. ഞാൻ 23-24 വയസ്സിൽ അവര് നല്ല ചെറുപ്പക്കാരനാകുമ്പോൾ കറുത്ത താടിയൊക്കെ ഉള്ള സമയത്ത് അവരുടെ നാട്ടിൽ നിന്ന് വാതിലുണ്ടായിട്ടുണ്ട്. അപ്പം അന്ന് എൻ്റെ വാതിലിൻ്റെ തുടക്കത്തിൽ അവർ ഉദ്ഘാടനം ചെയ്തിരുന്നു. അപ്പം അന്ന് അദ്ദേഹം ഒരു ഏകദേശം ഇപ്പോൾ എൻ്റെ 24 വയസ്സെന്ന് പറയുമ്പോൾ ഒരു 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 പങ്ങക്കിൻ്റെ വയസ്സ് അറിയേണ്ടി വരും. അതിനപ്പം നിങ്ങളിങ്ങനെ കാത്തിക്കണം. 10-23 കൊല്ലമായിട്ടുണ്ടാവും. ഇല്ലല്ലോ, 40 ആയിട്ടില്ല. അതൊക്കെ നിങ്ങളല്ലേ. അല്ല നിങ്ങൾക്കും നമുക്കൊക്കെ ദീർഘായുസ്സേറ്റ്. അപ്പം അദ്ദേഹം അന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. എന്താ അറിയോ? അദ്ദേഹം എന്ന് പറഞ്ഞു, എനിക്ക് ഭയങ്കര ദേഷ്യ, അത് അന്ന് പറഞ്ഞു നല്ല ദേഷ്യമായിരുന്നു. ഞാൻ 1,00,000 സ്വലാത്താണ്ട് ചൊല്ലി ഞാൻ ആളാകാണ്ട് മാറി. എന്നിട്ട് മുമ്പിലുള്ള ആൾക്കാരോട് അന്ന് ഉസ്താദ് വെച്ചിരുന്നു. ഇപ്പം എനിക്ക് നിങ്ങളെ ദേഷ്യം കാണലുണ്ടോ? ഈ സലാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കീടങ്ങളെയും ഒരുക്കുന്നതാണ്. അതൊക്കെ സലാത്തിൻ്റെ ആളുകളാണ്. അതൊക്കെ സലാത്തിൻ്റെ ആളുകളാണ്. ആ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ? ഒക്കെ സലാത്തിൻ്റെ ആളുകളാണ്. നമ്മൾ സലാത്തിൻ്റെ ആളുകളാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വലാത്ത് ചൊല്ലി ചിരിച്ച് മരിക്കണ കുറെ ആൾക്കാർ ദുനിയാവിലുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ബിന്നബിയിൽ മുസ്തഫ. ഞാനൊന്നുകൂടെ പറയാം. ഈ ചെറിയ ഗോളമാകുന്ന ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പും
ഈ ചെറിയ ഗോളമാകുന്ന ഭൂമിയിൽ വന്നതിന് ശേഷവും ഈ ചെറിയ ഗോളമാകുന്ന ഭൂമിയിൽ നിന്ന് പോയതിന് ശേഷവും ഇനി മഹ്ശറിലും മനുഷ്യരാശിയുടെ രക്ഷകനായി ഒറ്റ ആള് മാത്രമേയുള്ളൂ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറബിൻ വമിൻ നജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം, ആദം അലൈഹിസ്സലാം അവർക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. അള്ള തിന്നണ്ടെന്ന് പറഞ്ഞൊന്ന് തിന്നില്ലേ. സംഗതി തെറ്റല്ല. കാരണം ആദം അലൈഹിസ്സലാം തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ കുഴപ്പം ആദം നബിക്കല്ല, അള്ളാഹ്ക്കാണ്. ആദം നബി മാസൂമാണ്. മാസൂമിന്റെ അടുത്ത് തെറ്റ് സംഭവിച്ചാൽ ആസിമിന്റെ അടുത്തല്ലേ കുഴപ്പമുണ്ടാകുക. നമ്മളൊരു പുതിയ കത്തി വാങ്ങി, ആ കത്തി വാങ്ങിയിട്ട് തെങ്ങ് വെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കുള്ള പച്ചക്കറി ഇങ്ങനെ നുറുക്കണ സമയത്ത് മൂർച്ചല്ലെങ്കിൽ കത്തിക്കല്ല കുഴപ്പം, ഇറക്കിയ കമ്പനിക്കാണ്. ഇറക്കിയ കമ്പനി അല്ല പരസ്യം ചെയ്തിട്ടല്ല ഇറക്കിയത്. അള്ളാഹു താല മാസൂമാക്കിയ ഒരാളിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ ആസിമിന്റെ അടുത്ത് പ്രശ്നം വന്നു എന്നല്ല അതിൽ വരിക. അപ്പൊ അത് തെറ്റല്ല. പക്ഷെ ആദം അലൈഹിസ്സലാമിന് അതിൽ ഖേദമുണ്ടാവും. കാരണം അവരുടെ ഗ്രേഡ് അതാണ്. അവർക്ക് തെറ്റ് വേണ്ട കരയാൻ. നമ്മൾ തെറ്റ് വന്നാലും കരയില്ല. ഓൽക്ക് കരയാൻ തെറ്റ് വേണ്ട, തെറ്റില്ലാത്തന്നെ ഓല് കരയും. അതാണ് അവരുടെ മർത്തബ. അപ്പൊ ആദം അലൈഹിസ്സലാം കരഞ്ഞ് അവസാനം അള്ളാഹിനോട് ഒരു ഒറ്റ ദുആയാണ്, പടച്ചോനെ ഇന്നി അസ്അലുക ബിഹഖി മുഹമ്മദിന്, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് പൊറുത്തുതാ അല്ലാഹ്. ഇത് ചുരുങ്ങിയത് ഒരു 12 കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 12 കിതാബിൽ കണ്ടത് ഞാൻ എഴുതിയിട്ടുണ്ട്. എവിടുന്നെങ്കിലും എടുത്ത് ഉദ്ധരിക്കല്ല. ഇത് ലൈവായി പോകണ്ടെന്ന് എനിക്കറിയാം. ഇനി ഇതിൻ്റെ പേരിൽ നാളെ ചില ആൾക്കാർ കുതൂഹലുണ്ടാക്കിയിട്ട് എന്നെ ട്രോൾ ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ മദീനിൻ്റെ പേരിൽ ആര് ട്രോൾ ചെയ്താലും ആ കല്ലേറ് കൊള്ളാൻ നമ്മൾ തയ്യാറാണ്. മദീന പറഞ്ഞിട്ടല്ലേ, തെളിവില്ലാത്തല്ലോ. അതാ പറഞ്ഞത്. ഏകദേശം ഒരു ഡസൻ കിതാബിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാം. അപ്പൊ ആദം അലൈഹിസ്സലാമിനോട് അള്ളാഹു ചോദിക്കുകയാണ്, കൈഫ അറഫ്ത മുഹമ്മദൻ, എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ മുഹമ്മദിനെ അള്ളാഹ്ക്ക് അറിയാത്തോണ്ടല്ല. അള്ളാഹിന്റെ ഒരു ഭരണ സ്വഭാവം അങ്ങനെയാണ്. നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല ഇത് ചെയ്യിപ്പിക്കുക. അള്ളാഹ്ക്ക് അറിയാത്തോണ്ടല്ല. ഞാന് വൈനീലം അഖ്ലുഖു, ഞാൻ മുഹമ്മദിനെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ അപ്പൊ നിങ്ങൾ അറിഞ്ഞത് എന്ന് വെച്ച് ചോദ്യമല്ലോ. ആദം അലൈഹി സ്വലാമിന്റെ കാലത്ത് റസൂലുള്ള ഭൂമിയിലില്ലല്ലോ. അപ്പൊ ആദം അലൈഹി സ്വലാം പറഞ്ഞു, നീ ലമ്മാ ഖലഖ്തനി ബിയദിക വനഫഖ്ത ഫിയ മിർ റൂഹിക്, നിന്റെ കുദ്റത്തുകൊണ്ട് അല്ലാഹുവേ എന്നെ സൃഷ്ടിക്കുകയും നിന്റെ റൂഹിൽ നിന്ന് എന്നിൽ സന്നിവേശിപ്പിക്കുകയും ചെയ്തപ്പോൾ റഫഅതു റഅസി, ജീവൻ വന്നല്ലോ. അപ്പൊ എന്റെ തല ഞാനൊന്നാണ്ട് പൊക്കി നോക്കി. ഫറഅയ്തു അലാ ഖവാഇമിൽ അർശി, അർശിന്റെ തൂണുകളിൽ ഞാൻ കണ്ടു അല്ലാഹ്, ഈ പേര് ഞാൻ എന്റെ പേരിന്റെ കൂടെ കണ്ടു അല്ലാഹ്. ഫഅറഫ്തു, ആദം അലൈഹിസ്സലാം പറയാ, അപ്പൊ ഞാൻ ഉറപ്പിച്ചു, അന്നക നിക്ഷംനി ലം തുലിഫ്, നീ ചേർത്തൂല, ഇലസ്മിക, നിന്റെ പേരിനോട് അല്ലാഹ് എന്നുള്ള പേരുണ്ടല്ലോ അതിന്റെ ഒപ്പം നീ ചേർത്തൂല, ഇല്ലാ അഹബ്ബൽ ഖൽഖ ഇലൈക, സൃഷ്ടികളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ പേരല്ലാതെ ഒപ്പം ചേർത്തൂല. അങ്ങനെയല്ലേ നമ്മളെ ചില പുതിയ എണ്ണങ്ങളെ മാലമ്മല് ലോക്കറ്റുമ്മൽ ഉണ്ടാവും, പിന്നെ ജമീല പ്ലസ് അദ്രമാൻ ഇല്ലേ, ഞാൻ അങ്ങനെ ഉണ്ടോന്ന് തെരഞ്ഞു നോക്കണ്ട, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഉണ്ടാവും. കാരണം അവളെ പേരിനോട് ചേർക്കൽ അവളെ കൽബിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭർത്താവിനെ ആയിരിക്കും. ഇപ്പൊ പിന്നെ തൂക്കി അടക്കണൊക്കെ വേറെ. ഭർത്താവിന്റെ പേര്
മാലം ഉണ്ടെങ്കിലും കൽബിൽ വേറെ ആളെ പേരായിരിക്കും. അതാണ് ഇപ്പം ഇന്നത്തെ എല്ലാ കുലുമാലിനും കാരണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മാലം ഇതിങ്ങനെ തൂക്കി അടക്കും ചെയ്യും, വേറെ ആളെ കൂടെ ചാടിപ്പോവും ചെയ്യും. അപ്പോൾ മാലമ്മ പേരുണ്ടാവും, പക്ഷെ താമസം വേറെ ആളെ കൂടെ ആയിരിക്കും. എന്നാൽ ചിന്തിക്കണേ അന്നകലം തുളിഫ് ഇലസ്മിക ഇല്ലാ അഹബ്ബൽ ഖൽഖി ഇലൈക്. ഈ ഒരു പേര് നിന്റെ പേരിനോട് ചേർത്തി കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി നീ നിന്റെ പേരിന്റെ കൂടെ ഖൽഖിൽ നിന്നൊരു പേരിനെ തെരഞ്ഞെടുത്തുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സൃഷ്ടികളില്ല പേരിന്റെ ഉടമ നിന്നിലേക്ക് അങ്ങേയറ്റം അടുപ്പമുള്ള അഹബാണ് അഖറബാണ് എന്നെനിക്ക് മനസ്സിലായപ്പോൾ ആ പേര് വെച്ചുകൊണ്ട് നിന്നോട് തേടിയതാണ് നാഥാ. ആ സമയത്ത് ആദം അലൈഹിസ്സലാമിനോട് പടച്ചവൻ പറയുകയാണ്, ആദമേ നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണ്, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുകയുമാണ്. മുഹമ്മദിന് ഞാൻ പ്ലാനില്ലായിരുന്നെങ്കിൽ ഈ ഉലകം ഉണ്ടാകുമായിരുന്നില്ല ആദമേ എന്ന് അള്ളാഹു ആദം അലൈഹിസ്സലാമിനോട് പറഞ്ഞതായി മഹാന്മാർ ഉദ്ധരിക്കുകയാണ്. വലിയ വലിയ ഇമാമിങ്ങൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഭൂമിയിൽ വരുന്നതിന്റെ മുമ്പേ ആളുകളെ രക്ഷയ്ക്ക് വേണ്ടി ഈ മഹാനായ വ്യക്തിത്വത്തെ അവലംബിച്ചിരുന്നു. ഇനി അത് മതിയാകൂലെങ്കിൽ സൂറത്തുൽ ബഖറയിൽ കാണാം, വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ. സൂറത്തുൽ ബഖറ ആയത്താണ്. കഴിഞ്ഞ മൗലൂദാണെന്ന് പറയണ്ട, ആയത്താണ്. എന്താ പറയണത്? അതിന്റെ തഫ്സീർ എടുത്തോ, കയ്യിൽ കാണാം. ഹബീബ നബി മക്കയിലും എത്തിയിട്ടില്ല, മദീനയിലും എത്തിയിട്ടില്ല, ഭൂമിക്ക് വന്നിട്ടില്ല. അതിൻ്റെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് ജൂതന്മാരും നസാറാക്കളും യുദ്ധത്തിന് ഇറങ്ങുന്ന സമയത്ത് ദ്വാരനീന്ന് എന്താ ഞങ്ങള്, പടച്ചോനെ ഞങ്ങളെ ഈ യുദ്ധത്തിൽ വരാൻ പോകുന്ന മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് നീ വിജയിപ്പിക്കണേ. ഇങ്ങനെ ഒരാളെ ഉള്ളൂന്ന്. അള്ളാഹ്ക്ക് ഇങ്ങനെ ഒരാളെ ഉള്ളൂ, വേറെ ആളില്ല. ഈ ആയത്തിന്റെ തഫ്സീർ എടുത്തൊക്കെ കാണാതില് വകാനൂ മിൻ ഖബ്ലു, മിൻ ഖബ്ലു വരുന്നതിന്റെ ഒക്കെ മുമ്പ് യസ്തഫ്തഹൂന അലല്ലദീന കഫറൂ. പടച്ചോനെ വന്നപ്പോ പിന്നെ സഹാബാക്കളൊക്കെ എന്ത് പരാതി പറയാനും പോയിരുന്നത് ഇലാ ഹളറത്തി റസൂലില്ലാഹി. ദുന്യാവിന്റെ ഭൗതികമായ കാര്യങ്ങളല്ലാന്ന്. അതാണോ അവര് അത് മാത്രാണോ പറഞ്ഞേ? എന്തായി കേൾക്കണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരാ? അഹ്ലു സുഫന്റെ ക്യാപ്റ്റനാണ്. അഹ്ലു സുഫ അറിയില്ലേ? പള്ളി ദർസിന്റെ അതോറിറ്റിയാണ് അഹ്ലു സുഫ. അതിന്റെ ശില്പിയാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പള്ളിയർസുള്ള മഹലിനൊക്കെ അള്ളാഹിന്റെ ഒരു പ്രത്യേക സഹായം ഉണ്ടാവും. ഈ മഹലിൽ പള്ളിയർസ് ഉണ്ടോ? അള്ളാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അതിന് താങ്ങും തണലും ആകുന്നവർക്കൊക്കെ അള്ളാഹിന്റെ പ്രത്യേക ബർക്കത്ത് ഉണ്ടാവും. കാരണം പള്ളി ദർസിന്റെ ശില്പി മുഹമ്മദുർ റസൂലുള്ളാഹ്. അന്നത്തെ മുത്തഅല്ലിമീങ്ങളിൽ ക്യാപ്റ്റനാണ് അബൂ ഹുറൈറ. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്, ഒരുപാട് ഹദീസ് കേൾക്കും, ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. മറവിയോണ്ട് മറവി അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് ഒരു മുത്തഅല്ലിം മറവിക്ക് വേണ്ടി വന്നു, ഭയങ്കര മറവി. അപ്പൊ അദ്ദേഹം ഒരു ദിക്ർ എഴുതി കൊടുത്തു, ബൻ അതും മറന്നു. എന്താട്ടുക? മറവിക്ക് കൊണ്ട് എഴുതി കൊടുത്ത മരുന്നും മറന്ന്. അങ്ങനെ മറവിയോണ്ട് മറവിയുള്ളവരുണ്ടാവും. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു അബൂ ഹുറൈറ. പക്ഷേ മറവിക്ക് അവര് പോയത് സൈക്കോളജിസ്റ്റിന്റെ അരികിലല്ല, അലോപ്പതിക്കാരന്റെ മുമ്പിലല്ല, ആയുർവേദിക്കിന്റെ വരാന്തയിലല്ല, യുനാനിക്കാരന്റെ യൂണിയനിലല്ല, പച്ചമരുന്നുകാരന്റെ അരികിലല്ല. ഈ ശിഷ്യനായ അബൂ ഹുറൈറ മറവി കൊണ്ട് കുടുങ്ങിയപ്പോൾ സങ്കടം പറയാനും ചെന്നത് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, മദനി രാജാവിന്റെ മഹത്തായ ഹളറത്തിലാണ്. നബിയേ ഇന്നി അസ്മഉ മിൻക ഹദീസൻ കസീറാ,
ഞാൻ ധാരാളമായ ഹദീസ് കേൾക്കുന്നുണ്ട്. ഫഅൻസാഹു യാ റസൂലല്ലാഹ്, കേട്ടിട്ടൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല, ഞാൻ മറക്കുകയാണ് നബിയേ, മെമ്മറിയില്ല നബിയേ. സങ്കടം പറയാണ്, മറക്കാണ് നബിയെ, ഹദീസ് ഒന്നും കൊണ്ട് തലയിൽ കയറുന്നില്ല, കുറെ കേൾക്കുന്നുണ്ട്, ഒന്നും കൊണ്ട് കിട്ടണില്ല നബിയെ എന്ന് പറഞ്ഞു. അബൂ ഹുറൈറ, ഞാൻ എന്താ കാട്ടണേ, ഞാൻ ഇവിടെ മരുന്നച്ചോടം നടത്തുക, ഞാൻ എന്താ മറവിക്ക് ഗുളിക ഉണ്ടാക്കണ്ടോ? ഇതൊക്കെ അള്ളഹാനോട് ചോദിക്കേണ്ട പരിപാടിയില്ല അബൂ ഹുറൈറ. ഇന്റെ പരിധി പെട്ടല്ലേ എന്നോട് ചോദിക്കാവോ? ഇതൊക്കെ അള്ളഹാനോട് ചോദിക്കണ്ടല്ലേ എന്നല്ല പറഞ്ഞത്. അത് നമ്മളെ കിർക്കാണ്, അതല്ല പറഞ്ഞത്. എന്താ അപ്പൊ അബൂ ഹുറൈറ തങ്ങളെ തോളിലൊരു ഷാളുണ്ട്, ഒറ്റ വർത്താന ഉബുസുത്തരിതാക്ക, ആ ഷാൾ ഇങ്ങോട്ട് നീട്ടുകൂട്ടിന്നാൽ മറവിക്ക് മരുന്നാട്ടോ, ഷാള് നീട്ടാന്. എന്നിട്ടോ ഒന്നുമില്ല. റസൂലുള്ള ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാ, എവിടുന്നെങ്കിലും എടുത്ത് ഉദ്ധരിക്കാൻ നോക്കണ്ട. ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല. എന്നിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങോട്ട് വാരുക, ഈ കിട്ടു കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു ലുമ്മ, നെഞ്ഞത്തിക്കാണ്ട് കൂട്ടി പിടിച്ചുവിടുക. നിങ്ങളിപ്പോൾ എൻ്റെ അടുത്തേക്ക് മറവിക്ക് വന്നിട്ട് ഞങ്ങളോട് ആ തോളിലെ തോർത്തന്നെ നീട്ടി നട്ട് ഇങ്ങനെ കാട്ടി നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ ഡ്രൈവറോടൊക്കെ മരുന്ന് മാറി കുടിച്ചോണമെന്ന്. കാരണം തമ്മിൽ ബന്ധം വേണ്ടേ? ഇങ്ങനെ കോരിട്ടുകാണ്ട് പറഞ്ഞ ലുമ്മ ആണ്ട് കൂട്ടി പിടിച്ചു വിടുകയാണ്. അപൂർവങ്ങൾ പറയാണ് ഫലമംതു, ഞാൻ ഒരു പുടുത്താണ് പിടിച്ചത്. അതിന് ശേഷം ഒരൊറ്റ ഹദീസും ഞാൻ മറന്നിട്ടില്ല. ഇതാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇവിടെ എന്താ ഉണ്ടായിരുന്നു? ഇവിടെ ഒന്നും വേണ്ടേ, ആ കയ്യിലല്ലേ അധികാരത്തിന്റെ താക്കോലല്ല കൊടുത്തത്. ഇനി നമ്മൾ കാണണപ്പോ അവിടെ ഭാര്യ ഉള്ളവർന്നൊക്കെ കിട്ടും. അങ്ങനത്തെ കൈയാണ് മുത്തു മുസ്തഫാന്റെ കൈ. ചിന്തിക്കണേ, 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 ചിന്തിക്കണേ. അകക്കൺ തുറന്നൊന്നി നോക്കൊന്നീ മൂടാ, ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ. പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പോട്ട, ഫന്തം പീഡിച്ചാൽ ഫജ്റാമോ പൊട്ട. ചിന്തിക്കണേ, കൽബിന്റെ വാതിലൊന്ന് തുറന്നു വെക്കണേ, തലച്ചോറ് അടച്ചു വെക്കല്ലേ, അപ്പോഴേ ഇത് കയറുകയുള്ളൂ. 1500 കൊല്ലായി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹാധിക്യം കൊണ്ട് കണ്ണീർ ബാഷ്പം ഒഴുകുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് മദീനയാണ്. ഇന്നും നല്ലയും തുടങ്ങിയൊന്നല്ല, ഹബീബ് വഫാത്താതെ എന്നാണോ അന്ന് തുടങ്ങി കണ്ണീരിറ്റല്. ആ കരച്ചിൽ ഉദ്ഘാടനം ചെയ്ത ആരാന്നറിയോ? മഹാനരായ അബൂബക്കർ സിദ്ദീഖ്. പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ശറഫാക്കപ്പെട്ട ശരീരം നോക്കി മറവ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു വർത്തമാനമുണ്ട്. നബിയേ, ഒരാളുടെ വേർപാടില് മനന്നൊന്ത് അനിയന്ത്രിതമായി കരയരുത് എന്ന് അങ്ങ് ഞങ്ങളോട് താക്കീത് നൽകിയിട്ടുണ്ട്. ആ താക്കീതില്ലായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട അബൂബക്കറിന്റെയോ എന്റെ കൂട്ടാളികളുടെയോ കണ്ണിന്റെ കുഴിയിൽ നിന്ന് കുടുകുടാ ഒഴുകുന്ന ബാഷ്പം കൊണ്ട് മദീനയിൽ വലിയ പുഴ ഉണ്ടാകുമായിരുന്നു. യാ റസൂലല്ലാഹ് എന്ന് വഫാത്തായി കിടക്കുന്ന ശറഫാക്കപ്പെട്ട നബിയുടെ പ്രഭാമയമായ മുഖം നോക്കി കരഞ്ഞുകൊണ്ട് പറയുകയാ, അബൂബക്കറിന് സിദ്ദീഖ്. ആ കണ്ണുനീര് അന്ന് തുടങ്ങിയതാണ്, ഈ രാത്രിയിലും ഒഴുകുകയാണ്. ഇന്നും എന്നെ വിളിച്ചുകൊണ്ട് ഒരാള് പറഞ്ഞു, ഉസ്താദേ, ഞാൻ മദീനയിലാണ്, എനിക്ക് ഇവിടെ വെച്ചൊന്ന് മരിക്കണേ. അത് ഈ സദസ്സിൽ വന്നപ്പോ വണ്ടി ഇറങ്ങിയപ്പോഴും എൻ്റെ ഒരു സ്നേഹനിധി എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു, ഞാനും അതിന് കാത്തിരിക്കുകയാണ്. അല്ലാ, പടച്ചവന്റെ കയ്യിലാണ് തീരുമാനങ്ങളുള്ളത്. അവൻ എന്താണ് ഖളാ ചെയ്യുക എന്നറിയില്ല. പക്ഷേ മദീനയിൽ കിടക്കാൻ കൊതിക്കുന്ന ആശിഖീങ്ങളുണ്ട്.
ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് മദീനയില് ഹബീബിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചങ്ങരങ്ങളൊത്തുകാരനായ ഹസൻ കോയത്തങ്ങൾ എന്നൊരു ചെറുപ്പക്കാരന് കന്തൂറയിട്ട് കറുത്ത തൊപ്പിയും ഇട്ട് എന്റെ മുമ്പിലിരിക്കുന്നുണ്ട്. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്. കൽബ് നിറയെ കരകവിഞ്ഞൊഴുകുന്ന വല്ലിപ്പയോടുള്ള പ്രണയമാണ്. ഞാൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ ദിവസമാണ് അവിടെ മദ്ഹ് പറഞ്ഞത്. അതുകൊണ്ട് അവരുടെ ചരിത്രമാണ് പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ ഞാൻ കുറിച്ചത്. അത് കേട്ടുകൊണ്ട് കെട്ടിപ്പിടിച്ചെന്റെ കവളത്തുമ്മ വെച്ചുകൊണ്ട് ഹസൻ കോയത്തങ്ങൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒരു സ്വകാര്യമുണ്ട്. ഞാൻ ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലി മദീനയിൽ വന്നത് തിരിച്ച് ചങ്ങരംകുളത്തേക്ക് പോകാനല്ല. എനിക്ക് ഹബീബിന്റെ ചാരത്ത്, വല്ലിപ്പാന്റെ ചാരത്ത് ഒന്ന് കിടക്കണം ഉസ്താദ്. ആ തങ്ങളുടെ വർത്തമാനത്തിന് ഞാൻ വലിയ വിലയൊന്നും കൊടുത്തില്ല. കാരണം ഞാനും മദീനയിൽ പോകുമ്പോ പൊരുത്തപ്പെടിക്കാനുള്ളവരോടൊക്കെ പൊരുത്തപ്പെടിച്ച് എന്തെങ്കിലും ഒരു ഫെൽസ് ബാക്കിയുണ്ടെങ്കിൽ ആ കടവും തീർത്ത് ഭാര്യനോടൊക്കെ വിടവാങ്ങൽ ചൊയയില് വല്ലതുമുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകല്. കാരണം പോകുമ്പോൾ അവിടെ കിടക്കണം എന്നൊരാഗ്രഹമാണ് ഉണ്ടാകല്. പക്ഷേ എപ്പ പോയാലും തിരിച്ചു വരവാണ് പതിവ്. അങ്ങനെ ഞാനും കണക്ക് കൂട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ വിനീതനോട് മദീനയിൽ വെച്ച് കരഞ്ഞുകൊണ്ട് വല്ലിപ്പാന്റെ ചാരക്കടക്കാൻ ആഗ്രഹം പറഞ്ഞ ഹസൻ കോയ തങ്ങളില്ലേ, പിറ്റേന്ന് റൗളയിൽ കിടന്ന് കലിമ ചൊല്ലി വഫാത്തായി. അല്ലാ, അദ്ദേഹം ഇന്ന് കിടക്കുന്നത് ജന്നത്തുൽ ബഖീലാണ്. മൻ അറാദ യമൂത ബിൽ മദീന ഫല്യമൂത് ലിയന്നി അശ്ഫഉ ലിമൻ മാത ബിഹാ. എന്റെ മദീനയിൽ മരിക്കാൻ വരുന്നവർ വന്നോ, മരിക്കുവോളം കഴിഞ്ഞോ, എന്നെ സ്നേഹിച്ച് മദീനയിൽ വന്ന് വഫാത്തായി കിടക്കുന്നവർക്ക് എന്റെ സ്പെഷ്യലായ ശുപാർശയുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറയുകയാണ്. ഹബീബിനെ സ്നേഹിച്ചവർ മനുഷ്യർ മാത്രമാണോ? ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹാ പറയുകയാണ്, റസൂലുള്ളാഹിന്റെ വീട്ടില് ഒരു ജീവിയും അതിന്റെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അത് പൂച്ചയല്ല, എന്നാൽ അത് എലിയാണോ? എലിയുമല്ല. എന്നാൽ അത് അണ്ണാനാണോ? അണ്ണാനുമല്ല. എന്നാൽ അത് പെരിച്ചാഴിയാണോ? പെരിച്ചാഴിയുമല്ല. പിന്നെ എന്താണെന്ന് ഞാൻ കുറെ തപ്പിയിട്ടോട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു ജീവി അതിന്റെ മക്കളുമാണെന്നുണ്ട്. ഒരറിയപ്പെട്ട എല്ലാവരും വളർത്തുന്ന ജീവിയാണെങ്കിൽ ഹദീസിൽ ഉണ്ടാവും. പക്ഷെ അതൊന്നുമല്ല. പക്ഷേ ഈ ജീവിയും കുട്ടികളും ഹബീബ് വീട്ടിലുണ്ടെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാക്കൂല. നടക്കണേന്നെ മെല്ലെ നടക്കുള്ളൂ. ഇത് നല്ല ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന ജീവിയാന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാകണം. റസൂലുള്ള അങ്ങോട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആ കുട്ടികളെയും മക്കളെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങലും അതിന്റെ ശബ്ദം ഉണ്ടാക്കലും ഓട്ടവും ചാട്ടമൊക്കെ തുടങ്ങും. പള്ളിയിൽ നിന്ന് ഹബീബ് കണ്ടു വന്നാൽ അവർ ഓട്ടയിൽ കണ്ടു പോകും ചെയ്യും. കാരണം ഈ ജീവിക്കറിയാം, لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم. അള്ളാന്റെ ഹബീബിനെ എത്രമേൽ ബഹുമാനിക്കണമെന്ന് കൃത്യമായി മനുഷ്യേതര സൃഷ്ടികൾക്ക് പോലും അറിയാം. അതുകൊണ്ട് മുള്ള് മുരട് മൂർഖൻ പാമ്പ് മുതൽ കല്ല് കരട് കാഞ്ഞീര കുറ്റി വരെ മത്സരിച്ച് പ്രണയിച്ച ഇഷ്കിന്റെ രാജനല്ലേ. ഇന്ന ബൈതന്നത സാകിനുഹു ലൈസ മുഅ്താജ നില സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി وجهك والله حجتنا يوم يأتي الناس بالحجج صل رب العالمين على. നിങ്ങൾ നോക്കണം, എൻ്റെ മോൻ തന്നെ, അവൻ എനിക്ക് വെള്ളത്തിന് സമയിക്കണം എന്നുള്ളതിലേക്ക് വന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വെള്ളം വേണോ?
ആ ഞാൻ കുറച്ചും കൂടി സംസാരിക്കട്ടെ, നിങ്ങൾക്ക് സമയം വൈകുമോ? ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. പിന്നെ ഒരുപാട് സംസാരിക്കില്ല, കാരണം എനിക്ക് നാളെ സുബീക്ക് പരിപാടി ഉണ്ട്, 10 മണിക്ക് പരിപാടി ഉണ്ട്, രാത്രി പരിപാടി ഉണ്ട്. നമ്മളെ പരിപാടി അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് കൂടി വന്നാൽ 2 മണിക്കൂർ, അതിൻ്റെ മേലെ സംസാരിക്കൂല. അത് നിങ്ങൾ ഉഷാറായിട്ട് ഇരിക്കൂലേ? ഒരു മണിക്കൂർ ഇപ്പോൾ ആയി, ഇനി 1 മണിക്കൂറും കൂടി ഉള്ളോ ഇരിക്കൂലേ? ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ്. ഇതൊക്കെ അല്ലാതെ എന്താ നമുക്ക് പറയാനുള്ളതില്ലേ? ഇതുകൊണ്ട് കഴിച്ചലാവുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് ആയിഷമ്മൻ്റെ വീട്ടിൽ എപ്പോൾ വന്നാലും ഉമ്മയ്ക്ക് വല്ലാത്തൊരു സൽക്കാരം, മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു പ്രത്യേക ഭക്ഷണവും സൽക്കാരമൊക്കെയാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങളെന്താ ഹസ്സാൻ ഇബ്നു സാബിത്ത് വല്ലാതെ ബഹുമാനിക്കണോ സൽക്കരിക്കണോ? പഴയ കാലത്ത് നിങ്ങളെക്കുറിച്ച് ആരോപണം നടത്തിയപ്പോൾ സ്വഹാബാക്കൾ നേരിട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടില്ല, പക്ഷെ അതിൽ അറിയാതെ വഞ്ചനയിൽപ്പെട്ട് ചതിക്കപ്പെട്ട് കുടുങ്ങിയ ചില സ്വഹാബാക്കളുണ്ട്. ആയിഷമ്മനെ കുറിച്ച് ഞാൻ ഉദ്ധരിക്കണില്ല, അതിൽ അറിയാതെ ഹസ്സാൻ ഇബ്നു സാബിത്ത് ഒന്ന് പെട്ടിക്കണം. അപ്പൊ അതെടുത്ത് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ഇന്നിയൊക്കെ വർത്താനങ്ങൾ മുനാഫിക്കങ്ങൾ പറഞ്ഞു പരത്തിയപ്പോ അതിലറിയാതെ കുടുങ്ങിയ ആളല്ലേ. എന്നിട്ട് അവർ വരുമ്പോൾ നിങ്ങളെന്താ അത്ര ബഹുമാനവും സ്നേഹം, ഭയങ്കര ഭക്ഷണമൊക്കെ. അപ്പൊ ആയിഷമ്മ പറഞ്ഞ എന്താ അറിയോ, അതൊന്നും എനിക്കറിയില്ല, ഹസ്സാൻ നാളെ സ്വർഗത്തിലെ രാജാവാ, കാരണം ഹസ്സാൻ റസൂലുള്ളാഹിനെ മദ്ഹ് പറയുന്ന ആളാണ്, വേറെ ഒന്നുമില്ല, ഹബീബിന്റെ മാദിഹാണ്, വേറൊന്നുമില്ല. വസാനിയത്തിനൈനി ഫിൽ ആരിൽ മുനീഫി വഖാ തഫല്ലദു ബിഹി ഇദ് സഈദൽ ജബലാ വകാന ഹിബ്ബ റസൂലില്ലാഹി ഖദ് അലിമു മിനൽ ബരിയത്തി ലാ യദിൽ ബിഹി റജുലാ മൗലായ സല്ലി വസല്ലം لأنت مبرأ من كل عيب كأنك قد خلقت كما تشاء. പാടി എന്തൊക്കെ പാടി സോനെ, നമുക്ക് പറയാനും പാടാനും അള്ളാഹു തന്ന തൗഫീഖ് അള്ളാഹു നിലനിർത്തട്ടെ. ഭയങ്കര പ്രതീക്ഷയാണ്, ഹുബ് മദ്ഹ് ഇത് മാത്രമാണ് നമ്മുടെ മുമ്പിൽ. ഞാൻ പറയും, ഇന്ന് ചെറുപ്പക്കാർക്ക് കൊടുക്കേണ്ടതാണ്, മറുപടി വല്ലാതെ വേണ്ട, മരുന്നാണ് വേണ്ടത്. ഇന്ന് കുട്ടികളെ സോക്കട് മാറാൻ ചോദ്യം മറുപടി ഒക്കെ നടക്കട്ടെ, നടക്കേണ്ട സ്ഥലത്ത് നടക്കട്ടെ, അതിന് നമ്മൾ എതിരല്ല. പക്ഷേ ഒരു മരുന്നുണ്ട്, കൊടുത്താൽ എല്ലാവരും അടങ്ങും. കഴിഞ്ഞ റബീഉൽ ലെവലിന് ഞാൻ വേല കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദിനെ രക്ഷപ്പെടുത്തണം. ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ എന്താ കാട്ടിക്കണം എന്നെ രക്ഷപ്പെടുത്താൻ? അല്ല ഞാൻ ആകെ എന്ന് വെച്ചാൽ എന്താ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് എല്ലാവരും വെടിവെച്ച് കൊല്ലാൻ തോന്നുകയാണ്. ഈ കഴിഞ്ഞ റബീഉൽ ലെവൽ വെടിവെച്ചല്ലാന്ന് തോന്നുക. അപ്പോൾ എനിക്ക് പേടിയായി, കാരണം എല്ലാവരും വെടിവെച്ച് ചെല്ലുമ്പോൾ കൂടുതലിപ്പോൾ ഞാനും പെട്ടില്ലേ. ഞാൻ ഓനങ്ങനെ നോക്കി, എൻ്റെ അടുത്ത് വെടിയുണ്ടോ എന്ന് വെച്ചാൽ ഓനെ എറണാകുളത്ത് നിന്ന് അമ്മായിക്കാക്ക പിടിച്ചോടുന്നാണ്. ഓനെ എറണാകുളത്ത് നിന്ന് എല്ലാവരും വെടിവെച്ചെല്ലാൻ തോന്നുകയാണല്ലോ. ഞാനെങ്ങനെ മനസ്സിലാക്കിയ ബന്ധാരങ്ങൾ, ഇവന് സിനിമൻ്റെയും ഗെയിമിൻ്റെയും ആളാണ്. അത് വല്ലാതെ കുട്ടികൾക്ക് കൊടുത്താലേ ഭാവിയിൽ കുട്ടികൾ ഇങ്ങനെ ആവും. കണ്ണിൻ്റെ റെറ്റിനയിൽ ഒരു സാധനം പറഞ്ഞാൽ ഹൈപ്പോ തലാമസക്ക് പോകും. ഹൈപ്പോ തലാമസ് ടെസ്റ്റോസ്റ്റെറോൺ എന്ന ഒരു ഹോർമോൺ ഉണ്ടാക്കും. ഉണ്ടാക്കിയാൽ നമ്മൾ ഈ കണ്ടതും ഭാവിച്ചതും അഭിനയിച്ചതൊക്കെ നടപ്പിലാക്കാൻ ഒരു സോക്കട് വരും. ആ പോസ്റ്റിക്ക് എത്തിയാണ് ഇവനിങ്ങനെ ഈ അഭിനയിച്ചതും കണ്ടതൊക്കെ ഇനി നടപ്പിലാക്കണം, അതിന് വേണ്ടിയിട്ടണം. നമ്മളെ കുട്ടികളുണ്ടല്ല, തൊട്ടിയൊക്കെ എടുക്കുമ്പോഴും കയ്യിലും മൊബൈല്. നമ്മളൊക്കെ പഴയ കാലത്ത് നമുക്കൊക്കെ ഉമ്മാരെങ്ങനെ ഭക്ഷണം തന്നീന്ന്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുട്ടി കഴിച്ചോളി, കൂടി വന്നാൽ ചെമ്പരത്തിപ്പൂ ഒന്ന് കാണിച്ചു തരും. അത് പൊട്ടിച്ചേരാറിഞ്ഞാൽ ഏത് പറ്റാത്തതും നമ്മൾ മുണുങ്ങും. ഇന്ന് ചെമ്പരത്തിപ്പൂവില്ല, മല്ലികയില്ല, അതൊന്നിപ്പോൾ കാണാനേ ഇല്ല. നാളെ ഏതൊരു കുട്ടി ഉമ്മാനോട് ചോദിച്ചാലാ ഈ അരി കുലുക്കണ മരം ഏതാണെന്ന്. അപ്പോൾ കുട്ടി അയച്ചിരിക്കുന്ന അരി എന്ന് പറഞ്ഞാൽ കുലുക്കിടണതാണ്. കാരണം മുമ്പത്തെ പാടം അരിയും നെല്ലൊന്നും ഇപ്പോൾ ഇല്ല, പുറത്തുനിന്ന് വരണതാണ്. അപ്പോൾ ഇത് മരത്തിമെന്ന് കുലുക്കണമെന്ന് കൂട്ടിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് അറിയില്ലല്ലോ. ഇന്നലെ ഞാൻ വേദനയായപ്പോൾ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, കാര്യമായൊരു സൂഫിയായ മഹാൻ മമ്മൂട്ടി മുസ്ലിയർ, മൂപ്പര് കറണ്ട് വന്നപ്പോൾ അന്ന് ജുമാക്ക് പ്രസംഗിച്ചാലോ ഖിയാമത്ത് നാൾ അടുത്തിട്ടുണ്ട്. കറണ്ട് വന്നു, ആ ഏരിയക്ക് 1-2 വീട്ടിലേക്ക് കറണ്ട് കിട്ടി. അതിൽ മുമ്പ് ജുമാക്ക് പ്രസംഗിച്ചാലോ മുത്താലിമ്യങ്ങൾ പറഞ്ഞാൽ ഇനി ദർസ് പിരിച്ചു വിടുക നല്ലതെന്ന്. കാരണം എന്താ, അവരോട് ന്യായം പറഞ്ഞ്, എടാ ഇതുവരെ നമ്മൾ കിതാബ് നോക്കുന്ന ചിമ്മിണി വിളക്ക് കത്തിച്ചിട്ടാണ്. അപ്പോൾ ആ വിളക്കിൻ്റെ പ്രകാശം കുറഞ്ഞ സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല. അപ്പോൾ കിതാബൊക്കെ മാത്രമായിരിക്കും ശ്രദ്ധ.
ബൾബ് ഇട്ടാൽ പ്രകാശം ഒന്നായിട്ട് വരുമ്പോൾ കിതാബ് നോക്കും, കൂടി ആരാ പോണ, ഇതി കൂടി ആരാ പോണ. അതുകൊണ്ട് ഇനി ദർശനം നടത്തിയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ എത്ര ദർശനം പിരിച്ചു വിടണം? കാരണം ഇന്നിപ്പോ കറണ്ടാണോ, മൊബൈലല്ലേ ഇപ്പൊ ഫുള്ള്, എല്ലാ മൊബൈലില്. ആ തീറ്റ മൊബൈലില്, വാഴ മൊബൈല്, ദിക്റാൽക്ക മൊബൈല്, ദ്വാ മൊബൈലില്, പിന്നെ നിശ്ചയ മൊബൈലില്, പെണ്ണ് കെട്ടൽ മൊബൈലില്, നിക്കാഹ് മൊബൈലില്, ഒക്കെ മൊബൈലില്. തീറ്റ മാത്രം മൊബൈലല്ല, അതും കൂടി മൊബൈലാണെങ്കിൽ നമുക്ക് നല്ല ആശ്വാസമായിരുന്നു. രാവിലെ എന്തേ നാസ്താക്കാഞ്ഞ് അത് മൊബൈലിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് മൊബൈലല്ല, ബാക്കിയൊക്കെ മൊബൈൽ. കഴിഞ്ഞ ചൂട് കാലത്ത് ഒരു ഭർത്താവും ഭാര്യയും കൂടി ഒറ്റ ബെഡിൽ കിടക്കുക, രണ്ടാളും അടുത്ത് ഒട്ടൊട്ടി കിടക്കുകയാണ്, രണ്ടാളെ ചവിട്ടിലും ഇയർഫോൺ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വീടിൻ്റെ പ്രത്യപ്പങ്ങളൊക്കെ വീട് നോക്കൂ, 25-30 ആളുകളുണ്ടാവും, പക്ഷെ മൗനായിരിക്കുമല്ലോ. പുറത്ത് ചെരുപ്പ് 40-50 ചെരുപ്പ് ഉണ്ടാവും, പക്ഷെ വീട്ടിൽ ആരും ഉണ്ടാവില്ല. എന്തേ? നിങ്ങൾ വിചാരിച്ചിരിക്കണം എല്ലാവരും കൂടി ഏതെങ്കിലും ദിക്കറിൻ്റെ എണ്ണം പിടിച്ചുകൊണ്ട് ഇരിക്കണമെന്ന് വിചാരിച്ചിരിക്കണം, മജ്ലിസുനൂർ അല്ലെന്ന് വിചാരിച്ചിരിക്കണം, എല്ലാവരും യാ ലത്തീഫ് എന്നുള്ളതിൻ്റെ റിയാള് വീട്ടുകയെന്ന് വിചാരിച്ചിരിക്കണം. ഒന്നുമല്ല, ഒക്കത് തുറന്നിട്ട് അയക്കു കണ്ണും തൊട്ടും ഇങ്ങനെ ഇരിക്കണം. പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഇവർ രണ്ടാളും ഒപ്പം കിടക്കുക. അപ്പം ഭർത്താവിൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. എടുത്തു നോക്കുമ്പോൾ ഇപ്പുറത്ത് കിടക്കണ ഭാര്യ, ഓൾ മെസ്സേജ് വിട്ടാണ് കുറച്ച് നീങ്ങി കിടക്കി, എനിക്ക് ചൂട് എടുക്കുന്നുണ്ടെന്ന്. ഒറ്റ ബെഡിൽ ഒരു ബെഡിൽ കിടക്കണ, ഒരു ബെഡ്ഷീറ്റിൽ കിടക്കണ രണ്ടാളിൽ ഒരാൾ മറ്റാക്ക മെസ്സേജ് ജന്തോ കുറച്ചാണ് നീങ്ങി ചൂട് എടുക്കുന്നുണ്ട്. രണ്ടാൾക്കും സംസാരിക്കാം, കാരണം രണ്ടാളും നല്ല ഹരത്തിലാണ്. അതല്ലേ, ഞാൻ 2-3 ദിവസം ഒരു മഹലിൽ പോയപ്പോൾ മഹലാകെ വിറച്ച് നിൽക്കുക. എന്തേ? ഒരു വീട്ടിൽ ഉമ്മാക്കും മോൾക്കും ഒപ്പം കയറുമ്പോൾ രണ്ടാളെ ഭർത്താക്കന്മാരും ഗൾഫിലും ഒപ്പം കയറുമ്പോൾ ആളെ പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ടാക്കും ഗർഭമുണ്ടാക്കിയത് ഒരേ ആള്. രണ്ടാളാണെങ്കിൽ സഹിക്കാം, രണ്ടാക്കും ഉണ്ടാക്കിയത്. കാരണം ഉമ്മയും പിന്നെ പ്രേമിക്കുന്നുണ്ട്, മോളും പ്രേമിക്കുന്നുണ്ട്. ഉമ്മ പ്രേമിക്കണ മോളും അറിയില്ല, മോള് പ്രേമിക്കണ ഉമ്മയും അറിയില്ല. ആകെ കുടുങ്ങിയില്ലേ ഇതാപ്പ കാലം. ഈ ദുരന്തൊക്കെ വരാൻ കാരണം എന്താ അറിയോ? ഈ സാധനം മലിനെടുത്തിട്ട് അങ്ങനെ തിരിപ്പിട്ടു. അതല്ലേ, എവിടെ എത്തി ലോകം? പിടുത്തം വിട്ടു പോയില്ലേ, എല്ലാത്തിലായില്ലേ. പാവം ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കും, ബംഗാളിൻ്റെ അടുത്ത് പൈസ വാങ്ങിയിട്ടുണ്ടാവും മൊബൈൽ അയച്ചു കൊടുക്കാൻ. എന്നിട്ട് അതേറ്റ് രാത്രി ആരേറ്റാ സംസാരിക്കണത്? ആ പാവം എപ്പോൾ വിളിച്ചാലും ഇവിടെ കിട്ടണില്ല. അപ്പോൾ ചോദിച്ചാൽ പറയും മൂത്തമ്മ വിളിക്കരുന്ന്, അല്ലെങ്കിൽ അമ്മോൻ വിളിക്കരുന്ന്. ഒരു മൂത്തമ്മ അമ്മോനല്ല, ആ നാട്ടിൽ വേറൊരു ഹംക്ക് പുതിയ അമ്മോൻ വന്നിട്ടുണ്ട്. അതാണ്. ആരെങ്കിലും അറിയണ്ടോ? ചാടി പോകുമ്പോഴല്ലേ അറിയണേ. അല്ലാഹു ഈ ദുരന്തങ്ങളിൽ നിന്ന് ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. അവിടെയാണ് നമ്മൾ മദീന പറയുന്നത്. മക്കളിൽ പലരും മുമ്മങ്ങാണ്ടുമില്ലാത്ത രൂപത്തിൽ വിചിത്രമായ നരനായാട്ട് നടത്തുന്ന കാലമല്ലേ. നന്മയുടെ പൊടിപൊടലം ഇല്ലാതെ അടിപടലം തകർന്ന കാലമല്ലേ. ഇന്ന് ലഹരിയേറ്റവനെ തിരിച്ചറിയുന്നില്ല, സ്മെല്ലില്ല, അതാ കണ്ണിന്റെ കളറ് മാറുന്നില്ല. ചെറിയ ചെറിയ പഞ്ചസാര തരിയുടെ വലിപ്പമുള്ള MDMA എന്ന് പറയുന്ന ലഹരി വിദ്യാലയങ്ങളിലും ഒരു വേള ആരാധനാലയങ്ങളിലോ പിടിമുറുക്കുന്ന കാലമല്ലേ. നമ്മൾ മുഹമ്മദീയ മഹബത്തിന്റെ ലഹരി വിളമ്പുന്നത് അത് മദീനയുടെ ചഷകം കൊണ്ടാണ്. ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലിലഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദല്ലിലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി കീർത്തനം ഖൈറായ അമലാണ് സുദി നിനക്കായി നൽകൂനാഥനോ അതിനാൽ കൊതി. നബി നായകർ സൗപാസയും നൽകാൻ മതി. നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
ഞാനൊരൽപ്പവും കൂടി മദീന പറഞ്ഞ് 10 മണിക്ക് പിരിയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് കൂടെ തന്നെ ചൊല്ലിയിട്ട് മനസ്സുകൊണ്ട് മദീന പ്രാപിക്കാൻ ശ്രമിക്കണേ. ഒരുപക്ഷെ ഇന്നത്തെ രാവ് തന്നെ ആഘോഷമാകാം. കണ്ടോ മഹാന്മാരായ സ്വഹാബാക്കളുടെ പ്രണയം കണ്ടോ, അവരുടെ സ്വലാത്തിന്റെ ആവേശം കണ്ടോ. ഉമ്മമാരെ, യുദ്ധക്കളത്തിൽ വെട്ടുകിട്ടിയിട്ട് കഴുത്തിന് കുത്തുകൊണ്ടിട്ട് തോളത്ത് കമ്പി ഇറക്കിയിട്ട് കിടന്ന് പടയുന്ന പെങ്ങൾ ആ സമയത്ത് രക്തത്തിൽ കുളിച്ച് ചക്രശ്വാസം വലിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മകൻ വന്ന് ഉമ്മയ്ക്ക് വെള്ളം കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കഴുത്തിനോ കുന്തം കൊണ്ട് കുത്തുകിട്ടിയിട്ട് പടയുന്ന പ്രിയപ്പെട്ട പെങ്ങള് പറയുന്നു, മോനെ, ഇത് ഉമ്മാന്റെ തൊള്ളയില് വെള്ളമൊഴിച്ച് തരേണ്ട സമയമല്ല. ഹബീബിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് ശത്രുക്കൾ അമ്പ് തൊടുത്തു വിടുന്നുണ്ട് മോനെ. ഉമ്മാന്റെ കുട്ടി അവിടെ പോയി റസൂലുള്ളാഹിക്ക് പരിചയമായി പ്രവർത്തിക്കണ മോനെ. എനിക്ക് വെള്ളം വേണ്ട. ഈ സദസ്സിൽ മദീനയുടെ മണം പിടിക്കാൻ വന്ന മറയ്ക്കപ്പുറത്തിരിക്കുന്ന പെങ്ങളെ, എന്നെ കേൾക്കുന്ന ഉമ്മ, അങ്ങനെയുള്ള സഹാബിയാത്ത് പോകുന്ന സ്വർഗമാണ് നിങ്ങൾ കൊതിക്കുന്നതെങ്കിൽ ഇന്ന് വെട്ടുകിട്ടണ്ട, ഇന്ന് യുദ്ധത്തിന് പോകണ്ട, ഇന്ന് കുന്തം കൊണ്ട് കുത്തുകിട്ടണ്ട. കളാകാത്ത നിസ്കാരത്തിൽ കാർക്കശ്യമുണ്ടാകണേ. സുന്നത്തുകൾ പരമാവധി അധികരിപ്പിക്കണേ. സ്വലാത്തിന്റെ എണ്ണം കൂട്ടണേ. മദീനയെ പ്രണയിക്കണേ. പ്രിയപ്പെട്ടവരെ, മദീന ഹൃദയത്തിന്റെ സൗന്ദര്യമല്ലേ, വിശ്വാസത്തിന്റെ സൗകുമാര്യതയില്ലേ. മദീന നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള അമാനത്തിന്റെ ബലതല്ലേ, ഈമാനിന്റെ നാടല്ലേ. സലാത്ത് സലാമുകൾ 24 മണിക്കൂറും കോടികളുടെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണ് അത് വലിയ പ്രയാണം കുറിക്കുന്ന നമ്മുടെ പ്രകാശത്തിന്റെ ഇഷ്കിന്റെ ധ്വനി തല തല്ലി തകരുന്ന ഇഷ്കിന്റെ പാലസല്ലേ മദീന. വെള്ളകേറി ഉദിക്കുന്ന സൂര്യോദയത്തിന്റെ രശ്മികൾ തട്ടി മദീനയുടെ പവിത്രമായ തിരുമുറ്റത്ത് വിടർന്നുകൊണ്ടിരിക്കുന്ന കൊടകൾക്കിടയിലൂടെ മനോഹരമായ മാർബിളിൽ ചവിട്ടി പ്രഭാത സമയത്ത് സൂര്യകിരണം തലമുടുമ്പോൾ സ്വലാത്ത് സലാമുകളുമായി പോയതോർക്കുകയാണ്. ഓരോ കൊടയിൽ ഇരിക്കുമ്പോഴും ആ കൊടക്കരികിലൂടെ നടക്കുമ്പോഴും ആ കൊടയുടെ തണലേൽക്കുമ്പോഴും അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അവിടെ ഉദിക്കുന്ന സൂര്യനോട് നമുക്ക് നാണമാണ്. പതിരാവിന്റെ ഉള്ളറയില് പൊന്നമ്പിളി മദീനയിൽ തിളങ്ങുമ്പോ ആ അമ്പിളിയെ നോക്കി മദീനയുടെ തിരുമുറ്റത്ത് കിടക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോയി, അമ്പിളി നീ എത്ര ഭാഗ്യവതിയാണ്. മുസ്തഫ നബിയുടെ പുണ്യ മദീനയിൽ പ്രകാശം ചുരത്താൻ കഴിഞ്ഞത് നിനക്കല്ലേ, ദോഷങ്ങളുടെ ഭാണ്ഡവുമായി വന്നത് ഞാനുമല്ലേ. അല്ലാഹുവേ, ആ ബദരീങ്ങളുടെ സ്മൃതിയിലാണ് ഞങ്ങളുള്ളത്. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു. പറ്റാവുന്നവർ മൊബൈലിലേക്ക് നോക്കാതെ ഇനിയും ഈ മുതല്ലിമിന്റെ കൂടെ ഒന്ന് യാത്ര ചെയ്യണേ. ഒരുപാട് പറഞ്ഞാൽ, പലതും കേട്ടാൽ, ചിലത് ചൊല്ലി പറഞ്ഞാൽ
മറകൾ നീങ്ങുമേ, പ്രകാശം ഉദിക്കുമേ, കിനാവ് സ്വർഗ സായുജ്യമാകുമേ. വമരീലൻ ആന്ത സായിറുഹു ഖദ് അതാഹുല്ലാഹു ബിൽ ഫറജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വാസുറുജി. പൊന്നാനി പ്രദേശത്ത് വസൂരി പടർന്ന് പന്തലിച്ചുകൊണ്ട് ആളുകൾ മരിച്ചു കുന്നുകൂടിയപ്പോൾ അവിടെ അന്നത്തെ മഹാനായ ആഷിഖല്ലയോ ആരിഫല്ലയോ അൽ ആലിമുൽ അല്ലാമയല്ലയോ മഹാനായ മഖ്ദൂം തങ്ങളെ, അവരോട് പൊന്നാനിക്കാര് കടപ്പുറന്ന് ഓടിക്കച്ചെത്തിയിട്ട് പറഞ്ഞു, അമ്മോനും അമ്മായിക്കാക്കി അമ്മോശനൊക്കെ മരിച്ചു ഉസ്താദേന്ന്. മരുന്ന് എന്താണെന്നറിയോ? പേനം കെട്ടെടുത്തിട്ട് എഴുതി സുബ്ഹാനല്ലദീ അത്ലാ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. എന്നോട് എത്രയോ ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ മാരക രോഗങ്ങളുമായി വരുമ്പോൾ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട് മരുന്ന് എഴുതി കൊടുക്കും, അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് സർജറി നടത്തും, അല്ലെങ്കിൽ ഒറ്റക്ക് റൂമിലിരുന്ന് സ്വലാത്ത് ചൊല്ലി ദ്വാരുന്നിട്ട് അവിടെ ട്രീറ്റ്മെന്റ് നടത്തിയാൽ അത്ഭുതകരമായ ഫലമാണ് ഉണ്ടാകലെന്ന് പറഞ്ഞ ഡസൻ കണക്കിന് ഡോക്ടർമാര് എന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. യുഎഇയിൽ ജോലിയുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാകാം, മറ്റ് അറബ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്നവരുമുണ്ടാകാം. അപകട സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും കൂറ്റൻ ബോർഡുകൾ കാണാം. ആ ബോർഡിൽ വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാകൂ, സല്ലു അലൻ നബിയിൽ മുസ്തഫ. നിങ്ങൾ മുസ്തഫായ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ. ഇത് സൗദിയിൽ കാണാ, ഇത് ഒമാനിൽ കാണാ, ഇത് യുഎഇയിൽ കാണാ. കാരണം അപകടങ്ങളിൽ നിന്ന് പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന്, റോഡ് യുദ്ധക്കളമായി മാറുന്ന ദാരുണമായ രംഗങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന പരിചയാണ് അന്നബി സല്ലല്ലാഹു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി. അല്ലാഹ് 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 അല്ലാഹ്. ഇതിൽ തൂങ്ങിയാൽ ആർക്കാണ് ഇസ്സത്ത് കിട്ടാത്തത്? ഇത് പിടിച്ചാൽ ആർക്കാണ് നജാത്ത് കിട്ടാത്തത്? ഏത് ചപ്പ് ചവറും വലിച്ചെറിയപ്പെട്ടവനും ലോകത്ത് പ്രോജ്വലിച്ചു നിൽക്കുന്നത് ഈ ഇസ്മിന്റെ ഊരിലും ചൂരിലുമല്ലേ? ഇന്ന് നിങ്ങൾ ഏത് ബുക്ക് സ്റ്റാളിൽ പോയി നോക്കോ, ഒരു ചരിത്രത്തിന്റെ ഗ്രന്ഥം കിട്ടണമെന്ന് കരുതി നിങ്ങൾ സെൽഫ് പരുതുമ്പോൾ ഏത് അലമാരയിലും കട്ടിയുള്ള വലിയ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ കാണാ സയ്യിദുനാ ബിലാൽ. ആരായിരുന്നു ഈ ആള്? ഉമയ്യത്തിന്റെ കുതിരാലയത്തിൽ കുതിരയുടെ കാഷ്ടം തലക്ക് വെച്ചുകൊണ്ട് കട്ടിച്ചാക്ക് ട്രൗസറാക്കിയിട്ടുകൊണ്ട് പാതിരാവിൽ ഭക്ഷണം പോലും കഴിക്കാൻ പാകമില്ലാതെ ഉറങ്ങിയിരുന്ന, മക്കൾക്ക് വേണ്ടാത്ത ധനാഢ്യന്മാരുടെ കാൽ കീഴിൽ കഴിഞ്ഞിരുന്ന, കള്ള് ഒഴിച്ചു കൊടുക്കുമ്പോൾ മുതലാളിമാർക്ക് കള്ള് തൊണ്ടയിലൂടെ ഇറങ്ങുന്ന സമയത്ത് പാതിരാവിനെ പകലാക്കി പാട്ടുപാടിയിരുന്ന കറുകറുത്ത കാപ്പിരിയല്ലായിരുന്നു സയ്യിദുന ബിലാൽ. ആള് പിന്നെ എവിടെ എത്തി? സഹാബാക്കളെ ഇടക്കിടക്ക് പറഞ്ഞിരുന്നു, അബൂബക്രിൻ സയ്യിദുന അഅതഖ സയ്യിദന. വല്ലാത്തൊരു വാക്കാണത്. അബൂബക്രിൻ സയ്യിദുന അഅതഖ സയ്യിദന. അബൂബക്കർ ഞങ്ങളെ നേതാവാണ്, ഞങ്ങളെ നേതാവിനെ മോചിപ്പിച്ച നേതാവാണ്. അതേതാ നേതാവ്?
വെളുവെളുത്ത സൽമാനുൽ ഫാരിസിയെ കൊണ്ട് കറുകറുത്തി കാപ്പിരിയെ നേതാവെന്ന് വിളിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരിക്കൽ അബൂദറും ബിലാലും തമ്മിൽ ഒരു സൗന്ദര്യപ്പണക്കുണ്ടായി. ഉണ്ടാവുമല്ലോ, സ്നേഹമുള്ള ആൾക്കാരുടെ ഇടയിൽ കിടക്ക് പണക്കൊക്കെ ഉണ്ടാവും, ഒന്നൊരു വിഷയമൊക്കെ അക്കാണ് ശരിയാവും ചെയ്യും. ഒരു സൗന്ദര്യപ്പണക്കുണ്ടായി, രണ്ടാളും ഭയങ്കര സൗന്ദര്യപ്പണക്കം. അവരടി ഉണ്ടായ പിന്നെ നമ്മളുണ്ടാവില്ല, സ്നേഹം കൂടിയ പണക്കൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മളിങ്ങനെ പൊങ്കാലിട്ടിട്ട് വലുതാക്കാൻ നിൽക്കണ്ട. അള്ളാഹു തലി ഉമ്മത്തിന് ഒറ്റക്കെട്ടാക്കി തെറ്റ്. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഒരു സൗന്ദര്യപ്പണക്കുണ്ടായി. സൗന്ദര്യപ്പണക്കുണ്ടായപ്പോൾ അങ്ങോട്ട് വാക്കേറ്റുണ്ടായി. അപ്പം അബൂദർ ഒരു ഡയലോഗ് കണ്ടടിച്ചു. മുണ്ടാന്ന് കണ്ട യവനെ സൗദാവ്, കറുത്ത പെണ്ണിന്റെ മോനെ ഓടുന്നു. അല്ലാതെ കൊള്ളുമല്ലോ, അത് ഉമ്മാനല്ല പറയണത്. നമ്മളെന്നെ സാധാരണ പറയലുണ്ട്, ഞാനവനെ വെറുതെ വിടൂല, എൻ്റെ വാപ്പാക്കിട്ട് വിളിച്ച ആളെ അങ്ങാടിയിൽ നിന്ന് പറയും. എന്നെ വിളിച്ചാൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ? അവിടെ ഉമ്മാനെ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? യവനെ സൗദാവ്, കറുത്ത പെണ്ണിന്റെ മോനെ ഓടുന്നു. ഇത് ബിലാൽ തങ്ങൾക്ക് വല്ലാതെ മനസ്സിന് വിഷമായി. എന്നാൽ നേരിട്ട് പോയിട്ട് പ്രതികരിക്കാൻ പറ്റൂല. പിന്നെ എല്ലാ പരാതിയും ഇറക്കി വെച്ചിരുന്ന സുപ്രീം കോടതിയാണ് മുഹമ്മദ് മുസ്തഫ. ബിലാൽ ആ കറുത്ത മനുഷ്യനെ മനസ്സിലൊന്ന് കൊടുത്തു നോക്കണേ. ഞാൻ സൈലന്റ് ആയിട്ടേ പ്രസംഗിക്കുന്നുള്ളൂ കേട്ടോ, പൊട്ടിത്തെറിക്കണില്ല. ആ കറുകറുത്ത മനുഷ്യനെ മനസ്സൊക്കൊന്ന് കൊടുത്തു നോക്കാണ്. കണ്ണു അരുതിയിട്ടില്ല ഹളറത്തി റസൂലില്ല. മുസ്തഫ നബിന്റെ മുമ്പൊക്കെ പോയിട്ടാണ് കരഞ്ഞു. ബിലാൽ തങ്ങൾ കരഞ്ഞാ റസൂലുള്ളാഹിക്ക് ഇരിപ്പിട്ടൂല. ബിലാൽ എന്ന് പറയുന്നുണ്ട്, എൻ്റെ ഈ കറുത്ത കവിളത്ത് ആദ്യമായിട്ട് മൂക്ക് വെച്ച് മുത്തിയത് മുഹമ്മദ് മുസ്തഫ. ആരും തിരിഞ്ഞു നോക്കിനീലേ. നാട്ടുകാർ കാലിൻ്റെ അടിയിലിട്ട് തമ്മിക്കുട്ടിമാര് വരുതായിരുന്നു, ആണ്ടും കൊണ്ടും തട്ടിക്കളിക്കായിരുന്നു. ഉമ്മയ്യത്ത് പറയും, ബിലാ ബിലാ പാടട പാട്ട്. എന്തിനു പിന്നെ കള്ളുടിക്കാൻ? അപ്പൊ ടൗസർ ഇട്ടിട്ട് പാടിയുന്ന ആളാ. ഒരു മനുഷ്യന് ശയിക്കാൻ ചെയ്യൂല, എന്നിട്ടല്ല കവളത്ത് മുത്തുക. അവിടെ കൂട്ടി പിടിച്ചിട്ട് ആ കവളത്ത് ഉമ്മച്ചു കൊടുത്തു മുഹമ്മദ് മുസ്തഫ. യബ്ന സൗദാ എന്നാണ് കേട്ടപ്പോ മനസ്സാണ്ട് പൊട്ടി. പരാതി പറയാൻ മുസ്തഫ നബിന്റെ അടുത്തെത്തി. നിങ്ങൾ മദീന മനസ്സിൽ കാണില്ലേ? ഞാൻ ഗംഭീരമായിട്ട് പ്രസംഗിക്കണോ? കണ്ടല്ലോ, ഇതിങ്ങനെ പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ ആവും. പടച്ചോനെ, ഞാൻ മനസ്സ് കണ്ടിട്ട് അങ്ങനെ തങ്ങി തങ്ങി പറയണത്. ഞാൻ ആ ചരിത്രം ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ആ സംഭവം, ആ സാബിയൊക്കെ ഇങ്ങനെ കൽബൊക്കെ ഭാവനയിൽ വരികയാണ്. ഹബീബിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചോദിച്ചു, ബിലാലെ എന്തിനാ കുട്ടി കരയണമെന്ന് വെച്ച്. അപ്പോൾ വലത്തൊക്കെ അടുത്തൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, അബൂദറിൻ്റെ ഉമ്മാനെ കുറ്റം പറഞ്ഞു. എന്തേ പറഞ്ഞെന്ന് വെച്ച്, കറുത്ത പെണ്ണിൻ്റെ മോനെന്ന് പറഞ്ഞു. അപ്പം തഗയ്യറ ലൗനു വജ്ഹി റസൂലില്ലാ, മുത്തുനബിൻ്റെ മുഖത്തിൻ്റെ കളറാണ്ട് മാറി. കാരണം ലോകത്ത് നീതി ന്യായം മാത്രം പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ. അബൂദറിനെ വിളിക്കാൻ പറഞ്ഞു. അബൂദറിൻ്റെ ഒരു വരവ് വന്നിട്ട്, ആ വരവ് എങ്ങനെ ഉണ്ടാവും? ഇതിങ്ങോട്ട് കണ്ടപ്പ പേടിൻ്റെ പടക്കം പൊട്ടൂലേ മനസ്സിൽ. ഈ കറുത്ത മനുഷ്യൻ കണ്ണെഴുതിയിട്ട് ഇങ്ങനെ നിൽക്കണ്. റസൂലുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അബൂദറിനെ കണ്ടപ്പോഴത്തന്നെ മുസ്തഫാനെ വെച്ച്, യാ അബൂദർ അഫീക ശൈഉം മിൻ അംരിൽ ജാഹിലിയ, ജാഹിലിയ കൾച്ചർ മുഴുവനും പോയിട്ടില്ലേ? കുറച്ചും കൂടി ഉണ്ടോ? എന്താ എൻ്റെ ബിലാലിന്റെ മുഖത്തോക്കി പറഞ്ഞ് കറുത്ത പെണ്ണിന്റെ മോനെന്നോ? എനിക്കിപ്പോഴും ജാഹിലിയത്തുണ്ടല്ലേ? നമ്മളാണെങ്കിലോ ഞാൻ ദർസം ഉണ്ടാവില്ല, ആ പള്ളി ഉണ്ടാവില്ല. ശരീക്കിനെ വിളിച്ചിട്ടല്ലേ ഈ ഉസ്താദ് പറയണേ? ഇത് രണ്ടും ശരീക്കന്മാരല്ലേ? എന്നെ ചീത്ത പറഞ്ഞി, എന്നെ ചീത്ത പറഞ്ഞി. ഉസ്താദ്മാർ എത്ര വഴക്ക് പറഞ്ഞാലും ദേഷ്യമില്ലാത്ത കുട്ടികൾ ഭാവിയിൽ ഒന്നാവും. നീ ചീത്ത അതൊന്നുമില്ല. പടച്ചോനെ, അബൂദറിന്റെ കൽബിൽ അങ്ങോട്ട് ഖേദം വന്നിട്ട് കണ്ണപ്പത്തനാണ് നിറഞ്ഞു. പിന്നെ ചെയ്യണ പണി ഇത് പിന്നെ ചെയ്യാൻ അന്നത്തെ ആൾക്കാർക്ക് പറ്റൂല, അത് അന്നത്തെ ആൾക്കാർക്ക് പറ്റുള്ളൂ. ഇന്ന് പിണങ്ങിയാ പിന്നെ മോത്തക്കാൻ നോക്കിയാൽ കർക്കിടക മാസം കണ്ണ വരിക. പിന്നെ കല്യാണത്തിനും പങ്കെടുക്കില്ല, കുടിയിരിക്കലും പങ്കെടുക്കില്ല. സ്വഹാബാക്കളുടെ പണക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് അപ്പം തന്നെയാണ് തീരും ചെയ്യും. അത് ഉടനെ തന്നെ കെട്ടിപ്പിടിക്കും ചെയ്യും. അതാണ് നിങ്ങൾ നോക്കിയത്. നന്നായി നോക്കി നിങ്ങൾ. ഒരു ദിവസം നീണ്ടില്ല, 2 ദിവസം നീണ്ടില്ല, ഒന്നും നീണ്ടില്ല. അബൂദർ ഈ കറുത്ത കാലുണ്ടല്ലോ ബിലാൽ തങ്ങളെ, തടിച്ച കറുത്ത കാല്, അതിൻ്റെ അടിയിലാണ്ട് കിടന്നിട്ട് കവളാണ്ട് വെച്ചിട്ട് പറഞ്ഞു, ബിലാലെ ചവിട്ട് എന്ന് പറഞ്ഞു. യാ ബിലാൽ, ബിലാലെ ചവിട്ട്, എന്നെ ചവിട്ട് ബിലാലെ.
അബൂദറിനോട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എണീക്കണം അബൂദർ, ഞാൻ നിങ്ങളെ എങ്ങനെ ചവിട്ടാനാണ്? അപ്പോൾ പറഞ്ഞു, ബിലാലേ, നിങ്ങൾ ആ കറുകറുത്ത തടിച്ച കാലുകൊണ്ട് എന്റെ ഈ വെളുവെളുത്ത മുഖത്ത് ചവിട്ടാതെ, കവളത്ത് ചവിട്ടാതെ ഞാൻ എഴുന്നേൽക്കൂല. എന്റെ ഗ്ലാമറും എന്റെ ശരീരത്തിന്റെ സൗകുമാര്യതയുമാണ് എന്നിൽ അഹങ്കാരമുണ്ടാക്കിയത് ബിലാലേ. എനിക്ക് മാപ്പ് തന്നാൽ പോരാ, എന്റെ കൽബിൽ നിന്ന് അഹങ്കാരം ഇറങ്ങണം ബിലാൽ. അതുകൊണ്ട് ആ കറുകറുത്ത കാലുകൊണ്ട് എന്റെ കവളത്ത് ചവിട്ടണേ ബിലാലേ എന്ന് കാലിൽ കിടന്നുകൊണ്ട് കെഞ്ചുകയാണ് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു. അതോട് തീർന്നു. നാട്ടുകാർക്ക് ആവശ്യമില്ലാത്ത ആളുകൾ വലിച്ചെറിഞ്ഞിരുന്ന, കീറച്ചാക്കിൽ കുതിരാലയത്ത് കിടന്നിരുന്ന, കള്ള് കുടിക്കുന്ന ആൾക്കാർക്ക് ചാക്കോണ്ട് തുന്നിയ ടൗസർ ഇട്ടിട്ട് പാട്ടുപാടിയിരുന്ന ഈ ആള് ലോകത്തിന്റെ നെറുകയിലെ നേതൃത്വത്തിലെ രാജാവായി മാറി. കാരണം മുഹമ്മദ് റസൂലുള്ളാഹ്. ആരെ ഏറ്റെടുക്കും? ആരെ ഏറ്റെടുക്കും? നമ്മളിപ്പോ ഇന്ന് മുതലാണ് നന്നാൻ തീരുമാനിച്ച നാളെ നമ്മൾ റസൂലുള്ളാഹിന്റെ ആളല്ലേ? നാളല്ല, ഇന്ന് രാത്രി. ഇന്ന് രാത്രി പിണക്കൊന്നും അവിടെ ഇല്ല, കാരണം അവിടെ ഹരീസുൻ അലൈക്കുമാണ്. أعوذ بالله السميع العليم من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ഈ ആയത്തിനുള്ളത് സൂറത്ത് തൗബയിൽ. അതുകൊണ്ട് ഞാൻ ബിസ്മില്ലാത്തത്. എന്താ സൂറത്ത് തൗബിന്റെ പ്രത്യേകത? സൂറത്ത് തൗബയിലാണ് കടുപ്പുള്ള കുറേ കൽപ്പനകൾ വന്നത്. യുദ്ധം, അതുപോലെ കടുപ്പുള്ള കുറേ കൽപ്പനകളുള്ള സൂറത്ത് തൗബയിലാണ്. അപ്പൊ നമുക്ക് തോന്നും ഇതൊക്കെ റസൂലുള്ള മുഖേനല്ല അള്ളാഹ് പറയണത്. അള്ളാഹു നേരിട്ട് പറയില്ലല്ലോ, കൽപ്പിക്കണ റസൂലല്ലേ. അപ്പൊ നമുക്ക് തോന്നും ഇങ്ങനെ കടുപ്പുള്ള കൽപ്പനകളൊക്കെ പറയുമ്പോൾ നമ്മളോട് സ്നേഹം ഇല്ലേ? അത് തോന്നണ്ടെന്ന് കരുതിയിട്ടാണ് സ്നേഹവും കൃപയും കാരുണ്യവും ഒക്കെ ഒലിച്ചിറങ്ങിയ പരിധി വിട്ട നേതാവാണ് എന്ന് അറിയിക്കുന്ന പ്രസ്താവനയുള്ള ആയത്തിറങ്ങിയത്. എന്നിട്ട് സൂറത്ത് തൗബയിലാണ് അള്ളാഹു വെക്കാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ദുനിയാവിൽ കൽപ്പിച്ചൊന്നും നിങ്ങൾ നോക്കണ്ട, ഇതൊക്കെ സ്നേഹിച്ചിട്ട് കൽപ്പിച്ച തന്നെയാണ്. കാരണം ഈ ആളാരാന്നറിയോ? സ്നേഹം ഉണ്ട് എന്നല്ല, നിങ്ങൾക്കൊരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നത്. നമ്മളെ കാലിന്റെ എല്ല് പൊട്ടിയ അമ്മാക്കും മനപ്രയാസം ഉണ്ടാവും. അവിടെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ശരീരത്തിന് തന്നെ അതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന രൂപത്തിൽ ഉമ്മത്തിനെ സ്നേഹിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. أحل أمته في هرز ملته كالليث حل مع الأشبال في جميع مولاي. നമുക്ക് നേരം വൈകി തോന്നുന്നു. മൗലായൊക്കെ സ്ട്രോങ് കുറഞ്ഞല്ലോ. നേരം വൈകിയോ? ഞാൻ സൈലൻ്റായി പറഞ്ഞോണ്ട് നിങ്ങൾക്ക് മടുപ്പ് തോന്നിയോ? എൻ്റെ പറച്ചിലിങ്ങനെ എന്നാൽ ശരീരമൊക്കെ കുലുങ്ങിയിട്ടാണ്. ഇപ്പം ഈ വിഷയം അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് എന്താ മടുത്തോ? ഒരു 10 കൂടി പറഞ്ഞൂടെ? എന്താ നിങ്ങളൊന്നും ഉണ്ടാത്ത? 10 കൂടി പറഞ്ഞൂടെ? എന്നൊരു 3 സലാത്ത് എല്ലാവരും കൂടി ഒന്ന് ഉറക്കെ ചൊല്ലിക്കാൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. തെന്നലക്കാരെ, ഈ തെങ്ങലയിലെ തെങ്ങും തോട്ടത്തിൽ നിന്ന് മദീനയിലേക്ക് തേനിൽ ശലുറവും സലാത്ത് കൊണ്ടുള്ളൊരു യാത്രയാണേ. തെന്നയിലെ തെങ്ങും തോപ്പുകൾക്കിടയിലുള്ള കുടിലുകളിൽ കഴിയുന്ന ഉമ്മ, ഇന്നത്തെ രാത്രിയിൽ നിങ്ങൾ കിടക്കുന്ന സമയത്ത് സലാത്ത് ചൊല്ലിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് മദീനയിൽ ഈ സ്പോട്ടിൽ തന്നെ അറിയുമേ. നടക്കുമ്പോൾ ചൊല്ലാമല്ലോ, ഇരിക്കുമ്പോൾ ചൊല്ലാമല്ലോ, കിടക്കുമ്പോൾ ചൊല്ലാമല്ലോ, ബൈക്കിൽ പോകുമ്പോൾ ചൊല്ലാമല്ലോ. നിങ്ങൾ കണ്ടില്ലേ, ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ട് 30 ചില്ലാനം ആളുകൾ കത്തിക്കരിഞ്ഞ് ഒടിഞ്ഞു വീഴുന്ന സമയത്ത് ആ ഫ്ലൈറ്റിന്റെ സീറ്റിലിരുന്നു കൊണ്ട് ഒരാള്
അള്ളാന്റെയും റസൂലിന്റെയും പേര് പറഞ്ഞ് ദിക്റ് ചൊല്ലി ഉറപ്പിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയ ഭീതിയുണ്ടോ? ഇല്ല. മരണം മുന്നിൽ കണ്ടുകൊണ്ട് മരണത്തിന്റെ മടിത്തട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ പ്രായമുള്ള മനുഷ്യന്റെ മനസ്സാന്തരത്തിൽ ഈ കരുത്ത് കൊടുത്തത് ആരാണ്? ഉറങ്ങാൻ കിടന്നാലോ ഉണരുന്ന നേരത്തോ ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലോ ഉണരുന്ന നേരത്തോ ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ അടുത്ത കാലത്ത് കേട്ട പാട്ടിൽ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയ സ്വാധീനം ചെലുത്തിയ ഒരു പാട്ടാണ്. ഞാൻ പാട്ടേനെ കുറെ തപ്പിയെടുത്തു, അവസാനം കിട്ടി. തിരങ്ങാടിയിലുള്ള 2 കണ്ണിനും കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ ഉണ്ടാക്കിയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് നൽകട്ടെ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ടത്. അല്ല പെണ്ണിന്റെ അരക്കട്ട് പറഞ്ഞ് കുടുങ്ങിയിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഉണ്ടാക്കുക, ഇങ്ങനെ ഉണ്ടാക്കുക. കുറച്ച് ആൾക്കാരുണ്ട് ഓല പണി പെണ്ണിന്റെ ഉള്ളിലുള്ള മുഴുവൻ ചിത്രീകരിക്കുക, എന്നിട്ട് പൈസ വാങ്ങി തിന്നുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഉറങ്ങാൻ കിടന്നാലോ ഉണരുന്ന നേരം, അതിന് വയലാണത്, പാട്ടല്ല വയലാ. ഉറങ്ങാൻ കിടന്നാലോ ഉണരുന്ന നേരത്തോ ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ചെല്ലിയാണ് മരിച്ചാലോ അവസാനത്തെ വാക്കിൽ ആയില്ലായി. ഇനി ഉറങ്ങിയിട്ട് അപ്പളാ റൂഹിനെ പിടിക്കണമെങ്കിലോ നേരെ സ്വർഗത്ത് പോവും. നാളെ ഒരാൾ എന്നോട് ചോദിച്ചു, എൻ്റെ വല്യപ്പ ലായിലാലുള്ള ചെല്ലിക്ക് 40 ദിവസത്തോളം ബോധം കെട്ട് കിടന്നിട്ടാണ് മരിച്ചത്. അപ്പോൾ ഈ അവസാനത്തെ വാക്കിൽ ആയില്ലല്ലോ ആവില്ലല്ലോ. വേറെ അത് വല്യപ്പാക്ക് ബോധം പോണ സമയത്ത് എന്താ ചെല്ലിയെന്ന് ഇപ്പം അല്ലാഹ്ക്ക് അറിയാലോ. ലാസ്റ്റ് വാക്ക് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ വർത്താനം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഇനി 100 ദിവസം ബോധം കെട്ടിടുന്ന ലാസ്റ്റ് പറഞ്ഞത് നായും പട്ടി ആഞ്ഞാ ഇപ്പൊക്കെ പേടിക്കേണ്ട കാല. രാത്രിയൊക്കെ ചീത്തറിഞ്ഞ് കിടന്നാലേ ലാസ്റ്റ് വാക്ക് ചിലപ്പം കുരങ്ങും നായും പന്നിയൊക്കെ ആയിട്ട് മാറും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴും തൊള്ളൊന്നും ശ്രദ്ധിക്കണമല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. ലാസ്റ്റ് വാക്ക് കുരങ്ങ് മങ്കു നായ അതൊക്കെ ആയാലേ ലാസ്റ്റ് വാക്ക് നായ എന്ന് പറഞ്ഞിട്ടാ പോണം. ആ പോക്ക് വലിയൊരു ഗുണം പിടിക്കൂല. ഒരു ഗുണം പിടിക്കുക. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നവര് തൊള്ള ശ്രദ്ധിക്കാൻ നമുക്ക് മാർഗം കാണിച്ചെന്ന് മാതൃക. ഇടക്കിടക്ക് തൊള്ളയിൽ വലിയ കല്ലെടുത്ത് വെക്കും. ആര്? അവക്കും ശ്രദ്ധിക്കുന്നവർ. എന്നിട്ട് കൂട്ടുക. ആരെങ്കിലും കണ്ടാൽ ഈ കല്ലെടുക്കും. അസ്സലാമു അലൈക്കും. ആള് വാലൈക്കും സലാം എന്നാ കല്ല് പിന്നെയും വെക്കും. അപ്പോൾ ചിലരൊക്കെ എന്താ തൊള്ളയിൽ കല്ലേറ്റ് നടക്കണമെന്ന് വെച്ചു. അപ്പോൾ ശ്രദ്ധിക്കുന്നവർ പറഞ്ഞു അറിയാതെ വല്ലതും പറയണ്ടെന്ന് പേടിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. എന്നൊക്കെ നമ്മളെ തൊള്ളയിൽ ഒരു കല്ല് വെച്ചാൽ മതിയോ? ലോഡ് ഇറക്കണ്ടേ, എന്നിട്ട് സിമന്റ് ഇട്ട് പൂട്ടണ്ടേ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അവിടെയാണ് നമ്മൾ മദീനെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദമീ വദമ്മീ മിദാദുൻ ഫീ മദാഇക യാ റസൂലല്ലാഹ്. എൻ്റെ കണ്ണുനീരും എൻ്റെ രക്തവും അങ്ങയെ പ്രശംസിക്കുന്ന മഷിത്തുള്ളിയാണ് നബിയേ. പറയാ ചൊല്ല അവസാനം സ്വർഗം കണ്ട് ചിരിച്ചിട്ടൊരു പോക്ക്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് പറ്റിയ മാസാട്ട ഉറപ്പിച്ചോളി. റമദാനിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും റജബിൽ ശ്രദ്ധിക്കണം. ഏതൊരു സംഗതിക്കും ഒരാമുഖമുണ്ട്. അതില്ലെങ്കിൽ ആ സംഗതി കിട്ടൂല. മുട്ടായി വാങ്ങുകയാണെങ്കിൽ അത് പൊഞ്ഞൊരു സാധനം ഉണ്ടാവും. എടുക്കാതെ മുട്ടായി ഇട്ട് ഒന്നായിട്ട് ഉള്ളതിൽ ഇടല, അല്ലെങ്കിൽ മുട്ടായി വെക്കിയിട്ട് ആ പേപ്പർ ഇടല. നമ്മൾ വീട്ടിൽ കല്യാണം തീരുമാനിച്ചാൽ കല്യാണം നിശ്ചയിക്കുന്നതും എല്ലാം കൂടി അന്നാ വയൽ തീരുമാനിച്ചാൽ അനൗൺസും പരിപാടിയൊക്കെ നേരത്തെ നടക്കൂലേ? എല്ലാത്തിനും ആമുഖ പ്രവർത്തനമുണ്ട്. അതില്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തൂല. എങ്കിലേ റമദാന് വലിയൊരു ലക്ഷ്യമാണ്. അതിക്ക് എത്തണമെങ്കിൽ റജബിൽ ആമുഖമാണ്. ഞാനിത് ഇങ്ങനെയാണ് പറഞ്ഞാൽ മനസ്സിലാവും. റമദാൻ എന്നത് 30 ദിവസത്തെ ക്യാമ്പാണ്. ഒരു ദിവസത്തെ പൊതുസമ്മേളനം. അതിന് ലൈലത്തുൽ ഖദ്ർ എന്ന പേര്.
അതിൽ മുഖ്യ അതിഥി മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. നോട്ടീസ് ഒട്ടിക്കേണ്ടതും അനൗൺസ് ചെയ്യേണ്ടതും ഈ റജബിലും ഷാബാലുമാണ്. ഒരു വലിയ സമ്മേളനം, അതിന് നോട്ടീസ് ഒട്ടിച്ചിട്ടില്ല, പശയും തേച്ചിട്ടില്ല, അനൗൺസും നടത്തിയിട്ടില്ല, സമ്മേളനം അന്ന് നടക്കുമോ? അപ്പൊ റജബ് ഷാബാൻ നോട്ടീസ് ഒട്ടിക്ക അനൗൺസിന്റെ സമയമാണ്. അതിക്ക് സൂചനയല്ലോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. അതിലൊരു സൂചനല്ലേ റജബിലും ഷാബാനിലും ബർക്കത്തില്ലാതെ റമളാനിക്ക് എത്തിയിട്ട് കാര്യമില്ലാന്ന്. ഇത് ചിലർ റമളാൻ ഒന്നിനാണ്ട് പള്ളിക്കൊക്കെ കണ്ട് കയറിയിട്ട് ഔലങ്കരക്ക് വരെ പേപ്പർ ഇട്ട് നിസ്കരിക്കല തറാവി. ഇതിങ്ങനെ കണ്ടാൽ നമുക്ക് തോന്നും പടച്ചോനെ ഇതിപ്പോൾ പൊളിച്ചെന്താക്കണോന്ന്. 3 ദിവസം ഉണ്ടാവും, 3 ദിവസം പിന്നെ കാണാം സെഫ് ഇങ്ങനെ എണ്ണം കുറയുന്നു. ഏറ്റവും പവിത്രമായ അവസാനത്തെ 10 മൂല്യരും 10 റക്അത്താൽ ഊരമക്ക് നീരങ്ങനെ കുറച്ച് ആജിയന്മാരുണ്ടാവും. ലാസ്റ്റ് ദ്വാരുന്ന അപ്പം ഉത്തരം കിട്ടുന്ന ദിവസം മൂല്യരും മുക്കരും 1-2 ആൾക്കാരുണ്ടാവും. പിന്നെ ആദ്യം അടിച്ചു കയറിയതോ അതൊന്നും ഈമാനല്ല, അതൊക്കെ കൊല്ലു ജദീദിൻ ലദീദ് എന്നുള്ളൊരു പരിപാടി ഉണ്ട്. എന്ത് പുതുമുണ്ടെങ്കിലും അവിടെ അങ്ങോട്ട് പൊതിയ, അതാണ് ആയിപ്പെട്ടാണ്. ഇത് എന്തുകൊണ്ട് അങ്ങനെ ആകുന്നേരം ഞങ്ങൾ റമളാൻ 1 തുടങ്ങിയിട്ട് ഇപ്പം തുടങ്ങി നോക്കി 30 ദിവസം നിലക്കും, അതിൻ്റെ ശേഷം നിലക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല പരിപാടിയാണ് തുടങ്ങിയത്, മദീന കൊണ്ടാണ്. അള്ളാഹു നിലനിർത്തി തട്ടെ. നീ പരിപാടിക്ക് എല്ലാവരും വരണം, മാസാന്ത മജ്‌ലിസുന്നൂറിന് എല്ലാവരും വരണം. ഇതൊരു ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ തുരുത്തും കൂടിയാണ് നാട്. അള്ളാഹു നിലനിർത്തട്ടെ. നമ്മൾ ഏറ്റുമുട്ടണ്ട, നമ്മൾ വക്കാണുണ്ടാക്കണ്ട, നമ്മൾ ഗീബത്തും നമീമത്തും പറയണ്ട. നമ്മൾ ഈ പോക്ക് പോയാൽ മതി ഇൻഷാ അള്ളാഹ്. അള്ളാഹു ഈ നാട്ടിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മജ്‌ലിസുന്നൂറിന് എല്ലാവരും സജീവമാവും. ഇവിടെ അങ്ങനെ പോരാ, ഒന്നും കൂടിയൊക്കെ മാറ്റം വേണം. ഇവിടെ നല്ല കേന്ദ്രമൊക്കെ ഉണ്ടാക്കണം. അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം, സഹായിക്കണം. നമുക്ക് മഹബത്ത് പരത്തണം, സ്വലാത്തിൻ്റെ ആളുകളാവണം. നമുക്ക് സുന്നത്ത് ജമാഅത്തിന് താങ്ങും തണലും ആവണം. അർശിന്റെ തണൽ കിട്ടാനുള്ള സേവനങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് വേണം പോവാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് പോയിക്കോട്ടെ, ആണുങ്ങൾ നമുക്ക് വാങ്ങാം. ഒരു ബക്കറ്റ് ഇവിടെ നോട്ടെ കേട്ടോ. ഒരു സ്ഥലത്ത് എല്ലാവരും ഒന്ന് ഉറക്കെ ചലിക്കാൻ. ഒന്നിങ്ങനെ ഒരു മജ്ജ, ഒരു കഴമ്പ് നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ പിരിയാണ്. ഇതുവരെ പറഞ്ഞൊക്കെ കഴമ്പ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു രഹസ്യത്തിൻ്റെ ഒരു ചെറിയ പൊടി തന്നിട്ട് ഞാൻ പോകുന്നു. ഒരു സ്ഥലത്ത് എല്ലാവരും ചൊല്ലി സ്വല്ലല്ലാഹു. സലാത്ത് നിങ്ങൾ നോക്കൂ, സലാത്തിന് വേണ്ടി അള്ളാഹു തേടി ആയത്തിനെ ഞെട്ടുന്ന രീതിയല്ലേ. അള്ളാഹു തല ഏത് ആയത്തിലും യാ അയ്യുഹല്ലദീന ആമനു എന്ന് ആദ്യം വിളിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു. ഇപ്പം വെള്ളിയാഴ്ച യാ അയ്യുഹല്ലദീന ആമനു ഇദാ നുദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാത്തി. യാ അയ്യുഹല്ലദീന ആമനു എല്ലാതും യാ അയ്യുഹല്ലദീന ആമനു ആദ്യം ഇങ്ങനെ പറയും. പക്ഷേ സലാത്ത് പറഞ്ഞപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു ഇടയിലാണ് പറഞ്ഞത്, ആദ്യം പറഞ്ഞില്ല. ആദ്യം മനുഷ്യന്റെ കൽബ് തളർന്ന അല്ലെങ്കിൽ കൽബ് തകർന്നൊരു വർത്താനാണ് പറഞ്ഞു. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. ഇടയിലാണ് കൊടുത്തു യാ അയ്യുഹല്ലദീന ആമനു. ഇങ്ങനെ അള്ളാഹു കൽപ്പിച്ച ഒറ്റ അമലാണ് അത് സ്വലാത്താണ്. ബുദ്ധിയുള്ള ഒരു ഇതിമ കൂടിക്കോളി. സ്കരങ്ങളാക്കരുത്, ഹറമക്ക് പോകരുത്, തോന്നിയസം ചെയ്യരുത്, സ്കരങ്ങളാക്കരുത്. പിന്നെ മനുഷ്യനല്ലേ ചിന്ന ചിന്ന കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ ഇതിലാണ്ട് വെടുപ്പായി കിട്ടും. ഒക്കെ പൊട്ടിപ്പടലം അടപടലം പൊടിഞ്ഞ് തകർന്ന് വെടുപ്പാക്കിയിട്ടല്ലാതെ അള്ളാഹു മരിപ്പിക്കൂല. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. കാരണം ഈ ആയത്തിന്റെ ശൈലി തന്നെ അങ്ങനെയാണ്. ഇങ്ങനെ അല്ല വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ബുദ്ധിയുള്ളവരെ തല വല്ലാതെ കറക്കിയിട്ടുണ്ട്. ഭാഷ അറിയുന്ന ആളുകൾ ഇതിന് മുമ്പിൽ എല്ലാം തകർന്നിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞ രീതി തന്നെ എന്താണ്? ചിന്തിക്കണേ, ചിന്തിക്കണേ. അതുകൊണ്ട് നമ്മൾ മദീനയുടെ ആളുകളാവണേ. ഇന്നും മദീനയിൽ രോദനമാണ്, വേദനയാണ്, കാണാത്ത സങ്കടമാണ്. എത്ര പേരാണ് മദീനയിൽ പോയി മണിക്കൂറുകൾ ഇരിക്കുന്നത്? മാബൈന ബൈത്തി വ മിംബരി റൗളത്തും മിൻ റിയാളിൽ ജന്ന എന്നെടുത്തിരിക്കാൻ ധാരാളം സമയം കിട്ടുമായിരുന്നു, ഇപ്പോൾ കിട്ടില്ല. എന്നാലും തൗഫീഖുള്ള ഭാഗ്യവാന്മാർക്ക് ധാരാളം മണിക്കൂറുകൾ ഇപ്പോഴും കിട്ടാറുണ്ട്. ഇനി അവിടെ കിട്ടിയില്ലേലും പുറത്തു വന്ന ആ പച്ചക്കുബയിലേക്ക് നോക്കി മണിക്കൂറുകൾ വെയിലറിയാതെ, രാവറിയാതെ, മഞ്ഞറിയാതെ, ചൂടറിയാതെ, വെള്ളം കുടിക്കാൻ ഓർമ്മയില്ലാതെ
ഹബീബിനെ ചരിത്രങ്ങളുടെ നിറഞ്ഞു കവിയുന്ന കൽബോടെ ഇരുന്നോർമ്മയിൽ മടിശീലയിലേക്ക് കണ്ണിന്റെ കുഴിയിൽ നിന്ന് ബാഷ്പം പാതിരാവിൽ ഉറ്റി ഉറ്റി വീഴുമ്പോ അറിയാതെ പറഞ്ഞു പോവുകയാണ് സ്വലവാത്തി അലാ നബി വ സലാമി وهو خير العالم بدر التمام السلام عليك زين الأنبياء السلام عليك عاتق الأتقياء الله 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 അല്ലാഹു 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 അല്ലാഹ്. ഖിയാമത്ത് നാളായാൽ എന്റെ മദീനയിലേക്ക് ധാരാളം ആളുകൾ ഒഴുകുമേ, എന്റെ മദീന അവർക്ക് അഭയമാകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വഹാബാക്കൾ ചോദിച്ചു, മുത്തുനബിയെ, ലോകത്തിന്റെ അഷ്ടദിക്കിൽ നിന്ന് ഈ മദീനയിലേക്ക് മുഹിബ്ബീങ്ങൾ ഒഴുകുമ്പോ അവരെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ മദീന വലുതാകുമോ നബിയേ? എല്ലാവരെയും ഉൾക്കൊള്ളാൻ മദീന മതിയാകുമോ യാ റസൂലല്ലാഹ്? ഉടനടി പ്രതികരണം വന്നു. 2-3 കുട്ടികൾക്ക് വേണ്ടി ഗർഭാശയം വിശാലമാകുന്നത് പോലെ എന്റെ മദീന മുഹിബ്ബീങ്ങൾക്ക് വേണ്ടി വിശാലമാകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതിന് പുറമെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, കീറക്കുപ്പായം ഇട്ടുകൊണ്ട് പട്ടിണി പാവങ്ങളായി ഒട്ടിപ്പിടിച്ച വയറുമായി തന്റെ മുമ്പിലിരിക്കുന്ന ആളുകളോട് അതാ മണ്ണ് കൊണ്ട് തേമ്പിപ്പിടിപ്പിച്ച് ഓല കൊണ്ട് മുടഞ്ഞ പള്ളിയിൽ, അന്നത്തെ മസ്ജിദുൻ നബവി അതാണല്ലോ, ആ മണ്ണിലിരിക്കുന്ന കീറക്കുപ്പായമിട്ട ഫുഖറാക്കളോട് മുസ്തഫ നബി അന്ന് പറയുകയാണ്, ദജ്ജാല് ഉഹുദ് മലയിൽ കയറിയിട്ട് ചോദിക്കുന്നതാണ്, എന്റെ ഈ പള്ളി കണ്ടാൽ, അന്ന് ഉഹുദ് മലയിൽ കയറിയാൽ പള്ളി കാണൂല, എന്നാൽ അല്ലാഹുവിന്റെ റസൂല് ഇന്നത്തെ മദീന പള്ളി അന്ന് കാണുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദജ്ജാല് മലമുകളിൽ കയറിയിട്ട് ചോദിക്കുന്നതാണ്, ലിമനിൽ ഖസ്റുൽ അബിയദു, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരമെന്ന് ശപിക്കപ്പെട്ട ദുശക്തിയായ ദജ്ജാല് കൂടെയുള്ളവരോട് അന്ന് മദീന പള്ളി കണ്ടാൽ മലമുകളിൽ ഒന്ന് ചോദിക്കുമേ. നമ്മളാണെങ്കിൽ മൂല്യാരെ മുമ്പ് നീച്ചോ ബടായി നിർത്തിയിട്ട് പോയി മൂല്യാരെ എന്നറിയാം. കാരണം അന്ന് മദീന പള്ളി വൈറ്റ് പാലസ് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കാ മനസ്സിലാകുക? ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞ് മണ്ണുകൊണ്ട് തെമ്പി പിടിച്ച് അവരൊക്കെ കൂടി ഉണ്ടാക്കിയ പള്ളി, അല്ല തറട്ടിട്ട് അറബിൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് പൈസ വാങ്ങിയിട്ട് ഉണ്ടാക്കിയ കൊട്ടാരം പോലത്തെ പള്ളിയല്ല അത്. ഓലൊക്കെ കൂടി ഇറങ്ങി, ഓലൊക്കെ കൂടി മണ്ണ് ചവിട്ടി, ഓലൊക്കെ കൂടി കല്ലിട്ട്, ഓലൊക്കെ കൂടി തേമ്പി പിടിപ്പിച്ച് മണ്ണുകൊണ്ട് അടിയിൽ തേമ്പിട്ടിരിക്കണ പള്ളി. അതിൽ ഭക്ഷണം കഴിക്കാത്ത ഒട്ടിപ്പിടിച്ച പള്ളയേറ്റ് കീറക്കുപ്പായിട്ട് വന്നിരിക്കുന്ന സഹാബാക്കളോട് അന്ന് പറയാം, മദീന പള്ളി മുകളിൽ ജബലിന്റെ മുകളിൽ നിന്ന് ദജ്ജാല് കാണും, അന്ന് എങ്ങനെ നോക്കിയാലും കാണൂലാന്ന്. എന്നിട്ട് കണ്ടിട്ട് വലിയ പള്ളി എന്ന് പറഞ്ഞു ഒഴിയല്ല, ലിമനിൽ ഖസ്റുൽ അബിയദു, അതിന്റെ നേരർത്ഥം വെള്ള കൊട്ടാരം എന്നാണ്. ഈ ആർദാടോ ഈ വെള്ള കൊട്ടാരം, ഈ വൈറ്റ് പാലസ് ആർദാടോ എന്ന് ദജ്ജാല് ചോദിക്കും. അപ്പൊ കൂടെ ഉള്ളവർ പറയും, ഹാദാ ഖസ്റു മുഹമ്മദി, ഇത് മുഹമ്മദിന്റെ കൊട്ടാരമാണ്. നിങ്ങള് ബുദ്ധിയുള്ള ഒരു ഫോട്ടോ എടുത്ത് നോക്കി, മദീന പള്ളി ഇന്നിങ്ങനെ കണ്ടാല് അറബിയിൽ ഒരു ലേഖനം എഴുതുകയാണെങ്കിൽ അൽ ഖസ്റുൽ അബിയദു, വൈറ്റ് പാലസ് എന്നല്ല എഴുതാൻ കഴിയില്ല. ശരിക്കും നോക്കിയാൽ, പ്രത്യേകിച്ച് ആ മലന്റെ മുകളിൽ കയറിയിട്ട് ഞാൻ നോക്കിക്കണം, അപ്പൊ ഇങ്ങനെ കണ്ടാൽ ഇതല്ലാതെ പറയാൻ കഴിയില്ല, വൈറ്റ് പാലസ്, മുഹമ്മദ്. ഇന്നത്തെ പള്ളി അന്ന് കണ്ടു മുഹമ്മദ് മുസ്തഫ. അതൊക്കെ കേട്ടപാടെ ഗവേഷണം ചെയ്യാതെ തൊണ്ട തൊടാതെ വിഴുങ്ങിയ സഹാബാക്കളുണ്ടല്ലോ, ഓലൊക്കെ ഈമാന്റെ ഉറപ്പ് എത്ര. നമ്മളിപ്പോ ശാസ്ത്രം നോക്കി അടക്കല്ലേ, ഓരോ അക്കീദക്കും ശാസ്ത്രം എന്ത് പറയണമെന്നൊപ്പം തിരഞ്ഞു. ചില ആൾക്കാരെ ഇന്ന് സമ്മേളനം ഉണ്ടാക്കണം,
ഈച്ചന്റെ ഹദീസ് പറയുമ്പോൾ അത് അശാസ്ത്രീയാണെന്ന് പറഞ്ഞു. ഇപ്പൊ ശാസ്ത്രമാണ് വല്യേട്ടന്, എഡിറ്റർ ശാസ്ത്രമാണ്. എന്നിട്ട് ഖുർആന് വരെ പൊക്കെ എഡിറ്റ് ചെയ്യണം ഇപ്പോൾ. അതാ ചില ആൾക്കാർക്ക് പണി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് അല്ലദീന യുമിനൂന ബിൽ ഗൈബ് എന്നിട്ടല്ലേ മുസാഫ് തുടങ്ങണ തന്നെ. അതിന്റെ അർത്ഥം എന്താ? ശാസ്ത്രം കൊണ്ട് തെളിയാത്തതിൽ വിശ്വസിക്കണം. ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യം എന്നല്ല, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അദൃശ്യം എന്നല്ല. അദൃശ്യം എന്ന് പറഞ്ഞാൽ ഈ മറക്കപ്പുറത്തുള്ള പെണ്ണുങ്ങളല്ലേ, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണം എന്നപ്പം അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം നമ്മുടെ പഞ്ചേന്ദ്രിയത്തിന് പിടുത്തം കിട്ടാത്തതെന്നാ. അതിനാണ് അശാസ്ത്രീയമായത് എന്ന് പറയാം. ശാസ്ത്രം കൊണ്ട് മനസ്സിലാവാത്തതെന്ന്. ശാസ്ത്രം കൊണ്ട് മനസ്സിലാണ് പറയാം. 1,24,000 അമ്പിയാക്കളെ വഹി കൊടുത്തിട്ട് അറിയിക്കണം കൊണ്ട്. അതിന് മനുഷ്യന്റെ തലച്ചോറ് ഓർന്നാൽ തന്നെ കിട്ടണല്ലേ. ഇപ്പൊ അതിന് വഹി വേണോ? എടോ, വഹി വേണ്ടത് ശാസ്ത്രം കൊണ്ട് തിരിയാത്ത കാര്യം പറയാനല്ലേ. എന്നിട്ട് ഇപ്പൊ ചിലരൊക്കെ ശാസ്ത്രം അംഗീകരിക്കണോ? ഈ മോചിതത്വം കറാമത്തൊക്കെ ശാസ്ത്രം അംഗീകരിക്കല. ശാസ്ത്രം എല്ലാം കൂടി പഠിച്ചിട്ട് മലക്കുകളെ അംഗീകരിച്ച്, ഖബറും അംഗീകരിച്ച്, മുങ്കർനക്കേന്ന് അംഗീകരിച്ച്, സിറാത്ത് പാലും അംഗീകരിച്ച്, എന്നിട്ട് വിശ്വസിക്കാൻ ആരെങ്കിലും കാത്തിക്കുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ദുനിയാവിൽ ഉണ്ടാവില്ല. കാരണം ശാസ്ത്രത്തിന് വൈക്കവും. ശാസ്ത്രം അങ്ങനെ ട്രെയിന് പാളത്തുമ്പോൾ കൂടി പോകും, ബസ് റോട്ട് കൂടി പോകും. ഒരാളിങ്ങനെ വയലത്തൂർ അങ്ങാടികൾ ഇങ്ങനെ കാത്തിക്കുക. എന്തേ? ഞാൻ ഉച്ചക്കുള്ള പരശുരാമൻ കാത്തിക്കുക എന്നറിയാം. ഓൻ ട്രെയിന് കയറാൻ പറ്റുമോ? ഓന് സ്റ്റേഷൻ പോകണ്ടേ? ശാസ്ത്രത്തിന് വിഷയമല്ല അള്ളാനും സിറാത്ത് പാലും അറിയല്. അത് പറയേണ്ട ആള് പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹു 40 കൊല്ലം കളവ് പറയാതെ മനുഷ്യന്മാരുടെ മുമ്പിൽ തെളിയിച്ചാണ്ട് കൊടുത്തു. തമാശക്ക് പോലും ഒരു മനുഷ്യനോടോ പല ആൾക്കാരോടോ രാത്രിയോ പകലോ കളവിന്റെ ലാഞ്ചന പറയാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. ഒക്കെ പോയി കണ്ടിട്ടാണ് പറഞ്ഞത്. ഇനി ചെവിട് കൊടുത്തിട്ടില്ലെങ്കിൽ, ഇനി കൽബ് കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ വരുന്ന നരകം തടുക്കാൻ ഒരു മനുഷ്യനോട് ഉണ്ടാവില്ല. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ.